ഹാപ്പി സൺഡേ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഹാപ്പി സൺഡേ നമ്മൾ പറയുമ്പോ അത് ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെ വന്നിരിക്കുന്നത് ഇന്നാണെന്ന് പറയും. എന്ത് തോന്നുന്നു, എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മളിങ്ങനെ ഒരു സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അപ്പൊ നമ്മൾ നിഖിലിന്റെ വീട്ടിലേക്ക് ഷെഫ് സുരേഷ് പിള്ള എത്തുവാണ്. അപ്പം സ്വപ്ന തുല്യമാണ് നിഖിലിന് ആ കാര്യം. കാരണം ഒരു ഷെഫ് ആണെന്നായിരുന്നു ആഗ്രഹം. സാറിന് എന്താ ഫീൽ ചെയ്യുന്നത്? നമുക്ക് എന്തായാലും ആ കാഴ്ചകളൊന്ന് കാണാം. ഹലോ നിഖിൽ, ഹായ്, നമസ്കാരം. ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു സംഭവം വന്നു. അതുപോലെ അന്ന് മുതൽ ഇങ്ങനെ കാണാനായിട്ട് കാത്തിരിക്കാറ്. അപ്പൊ ഇന്നാണ് ദിവസം ഒത്തതും നിഖിലിനെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോ ഒരിക്കലും പ്രേക്ഷകരുമായിട്ട് നമുക്കൊരു ഫോമൽ ടോക്കിന്റെ ആവശ്യമില്ല. കാരണം നിഖില് നമ്മുടെ ന്യൂസ് എയ്റ്റിന്റെ സ്വന്തം ആളാണ്. അതുപോലെ ഷെഫ് സുരേഷ് പിള്ള ഞങ്ങളുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് നമ്മൾ ഈ കുടുംബത്തെ എല്ലാവർക്കും അറിയാം. നമുക്ക് ഇരുന്ന് സംസാരിക്കാം. പിന്നെന്താ, ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് വന്നേക്കുന്നത്. ആ ഗിഫ്റ്റിന്റെ കാര്യങ്ങളും കൂടെ ചോദിക്കണതാ. അതെ, ആദ്യം തന്നെ കൊടുക്കട്ടെ. കൊടുത്തോളൂ. ഇത് ഒഫീഷ്യലി നമ്മുടെ റെസ്റ്റോറന്റ് ഷെഫ് പിള്ളയുടെ ഷെഫ് ആവാൻ പോകുന്ന പുള്ളിയുടെ യൂണിഫോംസ് ആണ്. അതുകൊണ്ടാണ് ഇതൊരു സ്വിറ്റ്സർലൻഡിലെ ഏറ്റവും ഷെഫ്മാരുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നൈഫ് സെറ്റ് ആണ്. അപ്പൊ ഇത് സ്വിറ്റ്സർലൻഡിൽ നിന്ന് എനിക്ക് ഇതൊരു ഇരുന്നോ ഇരിക്കെ. ഇത് സ്വിസ് മെയ്ഡ് നിഖില, ഇത് ഒരു സ്വിസ് മെയ്ഡ് നൈഫ് സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു അത് കൂടാണ്ട് അവരുടെ ഒരു സ്പെഷ്യൽ ചോപ്പിംഗ് ബോർഡാണ്. ഒരു ഷെഫിന് വേണ്ട സംഭവങ്ങളെല്ലാം ഉണ്ടാവും ഇതിനകത്ത്. അത് കഴിഞ്ഞ് വേറെ രണ്ട് സാധനങ്ങളൊക്കെ കുറെ ആൾക്കാർ കൊടുത്തു വിട്ടിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട്. അത് ഒരു ബോക്സ് എന്ന് പറയുന്ന സാധനങ്ങളാണ്. ഇത് ഓപ്പൺ ചെയ്യട്ടെ, ഓപ്പൺ ചെയ്യാം. നൈഫ് ഉണ്ട്. ഒരു നിമിഷം. അതെ, വലിയ ഞാൻ ഓർത്ത് ഇവിടെ വന്നപ്പോ ചോദിച്ചായിരുന്നു, നിഖിലെ നിനക്ക് ടെൻഷൻ വല്ലതും ഉണ്ടോ? എനിക്ക് ടെൻഷനൊന്നും ഇല്ലെന്ന്. പക്ഷെ ഇപ്പൊ കണ്ണൊക്കെ ജസ്റ്റ് ഒരു ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുന്നുണ്ട്. എന്താ ഫീൽ ചെയ്യുന്നേ? ഞാൻ മൈക്ക് അമ്മയ്ക്ക് കൊടുക്കാം കേട്ടോ. അമ്മ പറഞ്ഞു എന്താ ഫീൽ ചെയ്യുന്നത് ഇപ്പൊ? അയ്യോ, സാറ് വന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. സാറിന് എനിക്ക് വിശ്വസിക്കാൻ വയ്യ സാറ് വന്നു എന്നുള്ളത്. ഇത്ര തിരക്കിന്റെ ഇടയിലും സാറ് സമയം കണ്ടെത്തിയല്ലോ ഈശ്വര. അയ്യോ അയ്യോ, ഞാൻ എന്ത് പറയാനാ ഇതിനൊക്കെ. രണ്ട് എനിക്ക് പാലക്കാട് നിന്നും കൊച്ചിയിൽ നിന്നുള്ള ഇതൊരു ഗെറ്റ് കിച്ചൺ, പാലക്കാട് ഒരു സ്പെഷ്യൽ. ഇത് കൊച്ചിയിൽ നിന്നാണ് കിട്ടിയത്. ഇതൊരു സ്പെഷ്യൽ കടായിയാണ്, അയൺ കാസ്റ്റ് അയണിന്റെ. എല്ലാരും ഒരു എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇതും ഒരു നമ്മുടെ ഒരു ചട്ടയാണ്, പക്ഷെ ഇതൊരു സ്പെഷ്യലി മെയ്ഡ് സംഭവമാണ്. ഷെഫുമാർക്കൊക്കെ ഇഷ്ടമുള്ളൊരു സാധനം. പിന്നെ ഇത് പാലക്കാട് നിന്ന് കൊടുത്തു വിട്ടാണ്. ഞാൻ തന്നെ വയ്ക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം ആരും മിണ്ടുന്നില്ല, വല്ലാണ്ടിരിക്കുകയാണ് എല്ലാരും. അപ്പൊ ഇപ്പൊ അടുത്തത് ഓ സൂപ്പർ. ഇതെല്ലാം കാസ്റ്റ് ചെയ്യേണ്ട സംഭവമാണ്. അതിന്റെ ഒരു ഇത്രയും കൈ നിറയെ സാധനങ്ങളായിട്ടാണ് നിഖിലിനെ കാണാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ നമ്മുടെ ഈ പാടന്നാല് വന്ന് സാറിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ സാറ് നിഖിലിനോട് ആദ്യം പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും ഡൗൺ ടു എർത്ത് ആയിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ വരുമ്പോ അങ്ങനെ അങ്ങ് അഭിരമിച്ച് പോകരുതെന്ന് പറഞ്ഞു. അത് എന്തുകൊണ്ടാണെന്നറിയോ? സാർ അങ്ങനെയാണ്, അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം ഇവിടെ വന്നിരുന്ന ഇതൊക്കെ ഇങ്ങനെ പാക്കറ്റൊക്കെ അഴിച്ച് അവന് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ, അല്ലെ അമ്മേ? എന്താ തോന്നുന്നത് അമ്മയ്ക്ക്? അയ്യോ, ഞങ്ങളുടെ മുന്നിൽ വരുന്ന എല്ലാരും ഞങ്ങള് ഒരുപാട് ചെറുതായി പോകുന്നല്ലോ അല്ലെ വലുതായി പോകുന്നല്ലോ ഒന്നും
വാക്കുകളില്ല പറയാനായിട്ട്. പുള്ളി എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് വിശ്വസിക്കാൻ വയ്യ സാർ ഇവിടെ വന്നേക്കുന്നത്, എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്. എനിക്ക് എന്ത് പറയണോന്നറിയില്ല. മോനെ നീ എന്തേലും പറ. എനിക്ക് പറയാം. ഈ പാത്രമൊക്കെ കണ്ടിട്ടങ്ങ് പുള്ളിയുടെ ഞങ്ങളുടെ ഒരു ഒഫീഷ്യൽ യൂണിഫോം പുള്ളിയുടെ സൈസിന് പോയി നമ്മൾ ചെയ്ത് ഒഫീഷ്യലായിട്ട് ഷെഫാക്കാൻ പോവാണ്. നമ്മളെ ഷെഫാക്കാനായിട്ട് പോവാണ് കേട്ടോ. അതുകൂടാണ്ട് പുള്ളിയുടെ എല്ലാ ഒരു ഒഫീഷ്യൽ നമ്മളെ യൂണിഫോം ഇതവന്റെ ഏപ്രിൽ ഇത് കിട്ടുക. അപ്പു ഇന്ന് രാവിലെ ഞാൻ വന്നപ്പോ തൊട്ട് അപ്പു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പു ചിലപ്പോഴൊക്കെ കുറച്ചിങ്ങനെ മിണ്ടാതൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ ഇന്ന് അപ്പു ഭയങ്കര ഹാപ്പി ആയിരുന്നു. അന്ന് അമ്മ പറഞ്ഞ പോലെ അപ്പുവിന് എന്തൊക്കെയോ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. വാവ്, ഗംഭീര മുഹൂർത്തം. വെച്ച് നിഖിലെ 2 ടൈപ്പ് ഉണ്ട്. സൂപ്പർ. പുള്ളിക്ക് ഇനി അഥവാ ഇനി സൈസ് ആയില്ലെങ്കിൽ എന്ത് വേണം, ഇനി എന്ത് വേണം? അത് തെറ്റായിട്ട് ഇത് വയ്ക്കാം. ഇത് അതെടുക്കാം. യെസ്. സുരേഷ് ചേട്ടൻ അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായി, നിഖിലിനെ ഞങ്ങൾ ഇങ്ങ് എടുക്കുവാ. വീട്ടിൽ വന്ന് എടുക്കുവാ. പിന്നെ പുള്ളിക്ക് ഇത് ഞങ്ങളുടെ ഒരു കാഷ്വൽ കിച്ചണിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ടീഷർട്ടാണ് ഒഫീഷ്യലായിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് യൂണിഫോം ഒക്കെ ഇടേണ്ടത്. അപ്പൊ അതിന്റെ എല്ലാ ഒരു എടുത്ത് ഇത് പുള്ളിയെ പഠിപ്പിച്ച് കെടുക്കാതാണ്. സൈസൊക്കെ കറക്റ്റ് ആയില്ലെങ്കിൽ വേറെ വീണ്ടും കൊണ്ടു കൊടുക്കും. അതെ, ഇത് ഇദ്ദേഹം സൂട്ട്മാൻ എന്ന് പറഞ്ഞ അദ്ദേഹം നമ്മുടെ യൂണിഫോം ചെയ്യുന്ന പുള്ളി ഫോട്ടോ എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത്, കാരണം നേരിട്ട് എറണാകുളത്താണ്. അപ്പൊ കൊച്ചിയിൽ നിന്ന് പുള്ളിയുടെ വീഡിയോ ഒക്കെ എടുത്ത് സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടി മെഷർ ചെയ്തെടുത്ത് യൂണിഫോം ഓക്കെ. അപ്പൊ നമുക്കിത് ഞാൻ കുറച്ചു നേരം ഒന്ന് സംസാരിക്കണം സാറിനോട്. അപ്പൊ നിഖില് ഞങ്ങളൊന്ന് സംസാരിക്കുമ്പോഴേക്കും നിഖിൽ എന്ത് ചെയ്യണം എന്നറിയാമോ? നിഖിൽ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാഗ്ദാനം അദ്ദേഹം പാലിച്ചു. നിഖിൽ എന്തായിരുന്നു വാഗ്ദാനം ചെയ്തേ? നിഖിലിന്റെ ഒരു സ്പെഷ്യൽ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ഇതെല്ലാം ഇട്ടൊന്ന് റെഡി ആയിട്ട് ഇട്ട് നോക്കി തരുമോ? അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ നിന്ന് അമ്മയോടും സാറിനോടൊക്കെ ഒന്ന് സംസാരിക്കാം. ഓക്കെ, ഏതാണ് ചേരുന്നതെന്ന് വെച്ചിട്ട് അതെല്ലാം നമുക്ക് അവിടെ നിന്ന് മാറ്റിക്കും. നമ്മളൊന്ന് സംസാരിക്കാം ഇനി സാറിന്റെ അടുത്ത് എന്താണ് ഫീൽ ചെയ്യുന്നത് ഇതൊക്കെ. ഇത് ഇരുന്നോട്ടെ അല്ലേ? ഇരുന്നോട്ടെ. അപ്പൊ കൊണ്ടുവന്ന സാധനങ്ങളല്ലേ ഞാനിവിടെ വരാം. ഇത് കണ്ട ഐശ്വര്യമായിട്ട് എന്റെ വിളക്കൊന്ന് തെളിക്കണം. അത് കഴിഞ്ഞിട്ടിരിക്കാം അല്ലേ? നിഖില് വരട്ടെ. നിഖില് വന്നിട്ട് നിഖിലും കൂടി നിർത്തിയിട്ട് തെളിക്കാം. അപ്പൊ സാർ എന്താണ് അമ്മയോട് പറയാനുള്ളത്? ഇവിടെ വന്ന് കണ്ടപ്പോ എന്താ ഫീൽ ചെയ്യുന്നത്? വന്ന് കണ്ടപ്പം കണ്ടതിൽ കൂടുതൽ ഭയങ്കര സന്തോഷം. കാരണം നമ്മളത് ടിവിയിലൂടെ മാത്രം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി ഇതൊക്കെയാണ് കണ്ടത്. നിഖിലിന്റെ കഥ തുടങ്ങിയെങ്കിലും അത് ലോകമുള്ള എല്ലാ ആൾക്കാരും അങ്ങ് എടുത്തിട്ട് പോയി ഉള്ളിയെ. എല്ലാവരും ഞാനിപ്പോ പല പ്രോഗ്രാമിന് പോകുമ്പോഴും എവിടെ പോയാലും നിഖിലിന്റെ കാര്യമാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഷെഫേ സഹായിക്കണോ? ഞാൻ പറഞ്ഞു ഓക്കെ, ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്ക് നോക്കാം. ആദ്യം ഇപ്പം പുള്ളി പഠിച്ചു വരട്ടെ. പുള്ളിക്ക് ഇപ്പൊ ഒരു വഴി എത്തിയിട്ടുണ്ട്. ഇനി അത് ആ ഫാമിലി അങ്ങ് പൊക്കോളും. ആ രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ഞാനിപ്പോ അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പ്രോഗ്രാമിന് പോയി, ഒരുപാട് അടുത്ത് ട്രാവൽ ചെയ്തു. അപ്പൊ എവിടെ പോയാലും നിഖിലിന്റെ കാര്യമാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് ആളുകളുടെ മനസ്സിലേക്ക് നിഖിലങ്ങ് എത്തി. ആ ഫാമിലി ഫുള്ള്, അപ്പവും അമ്മയും കാര്യങ്ങളെല്ലാം. അത് കേൾക്കുമ്പോ ഒക്കെ നമുക്കും സന്തോഷമാണല്ലോ ഇങ്ങനെ ഒരു സംഭവത്തിന് അത് പാർട്ടാവുക. പിന്നെ എല്ലാരും പറയുന്നത് ഞാൻ നിഖിലിന്റെ പോസിറ്റിവിറ്റി. അയ്യോ സത്യം, ഞാൻ ചോദിക്കുകയായിരുന്നു ഇത്രയും വർഷത്തെ ഒരു ജീവിതത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. പക്ഷെ അതൊന്നും അല്ല അല്ലെ നിഖിലിന്റെ കാര്യത്തിൽ നമ്മളെ അവരുടെ ആ ഒരു നിസ്സഹായാവസ്ഥയൊന്നും അല്ല. നിഖിലിന്റെ പോസിറ്റിവിറ്റിയാണ് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് വലിച്ചത്. തീർച്ചയായിട്ടും അല്ലെ? അങ്ങനെ ഇതിലും പ്രശ്നങ്ങളുള്ള ഫാമിലികളൊക്കെ ഉണ്ട്. അതാണ്. പക്ഷെ അല്ലെങ്കിൽ ഇതിലും പിന്നെ കുറവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ എങ്ങനെ നമ്മൾ ഒരു പ്രശ്നം വന്നാൽ
അതിനെങ്ങനെ കാണണം. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റോടുകൂടി ഞാൻ ഒരു കാര്യം പറയും, നമ്മളാരും ഇല്ലെങ്കിലും നിഖില് ഈ ഫാമിലി കൊണ്ടുപോകും, ഉറപ്പാണ്. ഇപ്പോൾ ആരും വന്നില്ലെങ്കിൽ അല്ല, അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പ്രോഗ്രാം വന്ന് അവനെ ലോകം മുഴുവൻ ന്യൂസ് എഡിറ്റിൽ കൂടെ അറിഞ്ഞു. ഇൻ കേസ് അത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും നിഖിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഈ കുടുംബത്തെ കൊണ്ടുപോകും. അത് അവന്റെ ആത്മവിശ്വാസത്തിൽ തന്നെ എനിക്കുണ്ട്. അതുകൊണ്ട് ഈ അമ്മയ്ക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇത് കുറേ അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൊണ്ട് എത്രയോ വേഗം ജനങ്ങളുടെ ഇടയിലേക്ക് എത്തുകയും മലയാളികളുടെ ഇടയിൽ എത്തുകയും അവരത് നിഖിലിനെ ഏറ്റെടുത്തു എന്ന് പറയുന്നത്. എല്ലാരും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമെങ്കിലും അത് വന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. തീർച്ചയായിട്ടും. അത് കൂടാണ്ട് പിന്നെ എനിക്ക് ഹാപ്പി ആയത് ഷെഫ് ആവണം, ആ ഒരു കരിയറിനെ കുറിച്ച് നിഖിലിന് വ്യക്തമായ ധാരണയുണ്ട്. അപ്പൊ അത് ഈ ഒരു പ്രായത്തിൽ തന്നെ ഒരാളെ കിട്ടിയ എനിക്ക് ചിലപ്പം അവൻ ഏറ്റവും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും മികച്ചൊരു ഷെഫ് ആക്കാൻ പറ്റും. കാരണം നല്ല രീതിയിൽ മെന്റർ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ അവനെ ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അതിനുശേഷം അതിന്റെ ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി, നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷനാണിത്. നല്ല പ്രോപ്പറായിട്ട് അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ലൊരു ഉയർന്ന ഉദ്യോഗം എവിടെ വേണമെങ്കിലും ലോകത്തെ ഏത് രാജ്യത്ത് വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു പ്രൊഫഷനും കൂടെ ആണല്ലോ. അപ്പൊ അതറിഞ്ഞ് അവൻ അത് ചൂസ് ചെയ്ത് ഭയങ്കര എനിക്ക് ഹാപ്പി ആസ് എ ഷെഫ്. അപ്പൊ ഈ ഷെഫ് കമ്മ്യൂണിറ്റി ഫെർട്ടേണിറ്റിയിലുള്ള എല്ലാ ആൾക്കാരും, ഹോസ്പിറ്റാലിറ്റിയിലുള്ള ഒരുപാട് ആൾക്കാരോട് ഞാൻ ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ ഇവരൊക്കെ ഇത് കണ്ടിട്ട് എനിക്കത് അയച്ചു തന്നത് വലിയ വലിയ ആൾക്കാരാണ്. അതും ലണ്ടനിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇരുന്നിട്ട്, ഞാൻ ഇംഗ്ലണ്ടിൽ ജോലി ചെയ്തതാണല്ലോ. അപ്പൊ അവിടുത്തെയൊക്കെ ഹോട്ടലിലെയൊക്കെ വലിയ വലിയ ഷെഫുമാര്, അതുപോലെ വലിയ വലിയ ജനറൽ മാനേജർ, ഷെഫ് ഇവനെ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇവർക്ക് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ല. എത്ര പേരാണ് അയക്കുന്നത്. അയ്യോ, വന്നിട്ടേ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നു, സ്കൂളിൽ വെച്ചാണല്ലോ നിഖിലിനെ കാണുന്നത്. അത് അപ്രതീക്ഷിതമായിട്ടാണ് നിഖിലിനെ കാണുന്നത്. നിഖിൽ അവിടെ റെഡി ആയിട്ട് വന്നു. ഗംഭീര കാഴ്ച. നമുക്ക് വിളക്ക് കത്തിച്ചിട്ട് ബാക്കി എന്താ നമുക്ക് അമ്മ അമ്മയുടെ കയ്യിലോട്ട് അമ്മ എത്തിക്കട്ടെ. അല്ല, അമ്മ സാറിന് കൊടുക്കും. തട്ടണ്ടേ, കാല് തട്ടണ്ടേ. അപ്പോ വരൂ. അമ്മ ഇതിലെ വന്നോളൂ അമ്മ പയ്യെ. അപ്പൊ അമ്മയുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഇവിടെ ഒരു വിളക്ക് കൊളുത്തി ദീപം തെളിച്ചുകൊണ്ട് പോണം എന്നുള്ളത്. അതിന് വേണ്ടിട്ട് എല്ലാം റെഡി ആയിട്ട് നിക്കുവായിരുന്നു ഇവിടെ. ഈ വീടിന്റെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ സാർ. കൃഷ്ണനും ക്രിസ്തുവും എല്ലാരും എല്ലാരും ഉണ്ട്. പിടിച്ചോ, നമുക്ക് കണ്ടു കത്തിക്കാം. അയ്യോ, ആ ഓക്കെ 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 ഓക്കെ. അമ്മ ആ വലിയ ആഗ്രഹം അങ്ങനെ സഫലായി. അയ്യോ, അവസാനം ആഗ്രഹം സഫലമായി. ഞാൻ ഈ പ്രതീക്ഷിച്ചല്ല സാറ് വരുന്നു വിളിച്ചു പറഞ്ഞപ്പോ എന്തൊക്കെ തയ്യാറെടുപ്പായിരുന്നു. അയ്യോ, ആകെ ഒരു സത്യം. അതൊക്കെ പോട്ടെ, മകൻ നിൽക്കുന്നത് ഇപ്പൊ ഉണ്ടോ? ശരിക്കും ഞാൻ അവന്റെ ഒരു ഷെഫിനെ കാണുന്നു. സാറിന്റെ അടുത്ത് വന്ന് അപ്പുനെ ഒന്ന് നിർത്താം. നിഖിലിനെ വീട്ടിൽ വിളിക്കുന്ന സഞ്ജു എന്നാണ്. ഇനി പറയൂ. ഇപ്പൊ എങ്ങനെ നിഖിൽ ഇപ്പൊ ഒഫീഷ്യലി ഒരു പറഞ്ഞോ? വിഷമം പറ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് സുഖമില്ല. ഇന്നലെ ഒട്ടേ ഒരു ജലദോഷമൊക്കെ ആയിട്ടങ്ങ് ഇരിക്കുവാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം എന്താണ് എല്ലാം ഞാൻ ഈ ഒരു ഈ ഇദ്ദേഹത്തെ ഞാൻ ഒരിക്കലും കാണാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഈ എന്റെ അടുത്ത് നിൽക്കുന്നത് ഞാൻ ഇവിടെ സ്വപ്നത്തിലാണോ അതോ യാഥാർത്ഥ്യത്തിലാണോ എനിക്കറിയില്ല. എന്തായാലും ഈ വ്യക്തിയെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് നന്ദി, സന്തോഷം. എന്നെ എല്ലാ ജനങ്ങൾക്കും എൻ്റെ ഒരു എന്താ പറയാ എൻ്റെ ഒരു വിനീതമായ നന്ദി ഞാൻ അറിയിക്കുന്നു. അല്ല, എനിക്ക് സത്യം പറഞ്ഞ വാക്കുകളില്ല. അത്രയും ഞാൻ ഹാപ്പിയാണ് ഇപ്പം.
ഇത് കണ്ടോ, ഇവിടെ ഫോക്കസ് ഇതാണ് ഷെഫ് പിള്ളൈ സ്നേഹം വാരി വിതറട്ടെ എന്ന്. അതിങ്ങനെ എഴുതി വെക്കുക മാത്രമല്ല എന്നുള്ളതാണ് അതിന് എനിക്ക് ഏറ്റവും ഭയങ്കര, എനിക്ക് വരെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം അദ്ദേഹം വന്ന് ഒരാളിപ്പോ പറയാണ് ഒരു റിപ്പോർട്ടർക്ക് അറിയാൻ പാടില്ലെന്നാണ്, പക്ഷെ എനിക്ക് ശരിക്കും എന്റെ ഇത്രയും ഒരു നാളത്തെ ഒരു മാധ്യമ ജീവിതത്തിൽ ഇതുപോലൊരു അവസരം ഉണ്ടായിട്ടില്ല. കാരണം ഇങ്ങനെ ഒരാളെ കണ്ടെത്തി ഞാൻ കാരണം ഒരു ലൈഫ് രക്ഷപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഈ ഒരു നിമിഷത്തിന്റെ ഭാഗമാകാൻ പറ്റി. നിഖിൽ പറഞ്ഞതുപോലെ എനിക്ക് സുഖമില്ലായിരുന്നു, പക്ഷെ ഇതിന് ഞാൻ തന്നെ വരുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ലല്ലുചേട്ടൻ എന്നോട് ചോദിച്ചു, ലല്ലുചേട്ടന്റെ അടുത്ത സുഹൃത്താണ് ഷെഫ് സാർ. അപ്പൊ എന്നോട് ചോദിച്ചു പോകാൻ പറ്റുമോ, ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റും, കാരണം എനിക്ക് വയ്യെങ്കിലും ഞാൻ വരുമെന്ന് പറഞ്ഞു. അത്രയും എനിക്കും ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. ഒന്നും പറയാൻ എനിക്കും വാക്കുകളില്ല, പക്ഷെ നമുക്ക് പറഞ്ഞേ പറ്റൂ. അപ്പൊ നമുക്ക് ഇനി എങ്ങോട്ടാ പോകേണ്ടത്? അടുക്കളയിലേക്ക്, കിച്ചണിലേക്ക് നമ്മൾ പോവാണ്. ദൈവസ്നേഹം ഒന്ന് പാടിക്കാം. അയ്യോ മോനെ പയ്യെ. കുഴപ്പമില്ല. ദൈവസ്നേഹം അമ്മ പാടിക്കണം. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. അപ്പൊ നമുക്ക് അയ്യോ നമുക്ക് അങ്ങേറ്റം ഭയങ്കര അത് അമ്മയ്ക്ക് ഇപ്പൊ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനൊരു ഇതേപോലെ ഇവരുടെയൊക്കെ കാര്യങ്ങളെ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ വരുമ്പം ഏതൊരമ്മയായാലും ഏതൊരു കുടുംബമായാലും ഇങ്ങനെയൊക്കെ ഒരു ചിന്തിക്കാൻ പറ്റും. അപ്പൊ അത് ദൈവം തീർച്ചയായിട്ടും ഇവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് എത്രയോ വിഷമങ്ങളൊക്കെ സഹിച്ചിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ഞാൻ അപ്പൊ ആ ഒരു രീതിയിൽ ദൈവമായിട്ട് ആ ഒരു പ്രോഗ്രാം വരുന്നു. മലയാളികളല്ലാതെ എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം ഇത് മലയാളികൾ മാത്രമല്ല, ഒരുപാട് പേര് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇതെത്തി. അവരൊക്കെ ഈ കഥകൾ അറിഞ്ഞു, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ബന്ധമുള്ള ആൾക്കാരൊക്കെ ഇവരുടെ സ്റ്റോറി കേട്ടിട്ട് ആൻഡ് ദ വേ നിഖിൽ ഇത് പ്രശ്നങ്ങളാണ് ഉപരി ഇതിനെ പ്രശ്നങ്ങൾ എങ്ങനെ നമ്മളൊരു എല്ലാവരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും, അതിനെങ്ങനെ കോൺഫിഡന്റോടെ മുന്നോട്ട് കൊണ്ടുപോകാം, അതൊക്കെ ആ ഒരു നോട്ട് അത് റോൾ മോഡലായിട്ട് നിഖിൽ മാറി. അതുകൊണ്ടാണ് ഞാൻ അത് നിഖിലിനോട് പറഞ്ഞത്. നിഖിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആസ് എ ഒത്തിരി ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യണം. ആസ് എ റോൾ മോഡൽ പോലെ ഒരു മലയാളി യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ ഒരു 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 മാതൃകയായിട്ട് നിൽക്കേണ്ട ഒരാളാണ്. അപ്പൊ അത് ആ രീതിയിൽ അയാളെ വളർത്തുകയും അയാളെ അതേപോലെ ഗ്രൂമായി എന്നും മലയാളികളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇദ്ദേഹം യുവത്വത്തിലേക്ക് കടക്കുമ്പോൾ എപ്പോഴും ഏതൊരു ഏജിലായാലും ഒരു റോൾ മോഡലായിട്ട് ഒരു എക്സാമ്പിളായിട്ട് നിൽക്കണം. അപ്പൊ അതാണ് നമ്മുടെ ആഗ്രഹം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണല്ലോ വളർന്നു വരുമ്പോൾ ആളുകൾക്ക് കണ്ട് ഇൻസ്പിറേഷൻ ആവണം. അതിന്റെ എല്ലാ മെറ്റീരിയലും ഉണ്ട്, അതിന്റെ എല്ലാ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇദ്ദേഹം ആ രീതിയിലേക്ക് എത്തും. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും എനിക്ക് എത്രയോ ആൾക്കാർ ഇപ്പൊ ഓരോ കോളേജിൽ നിന്നൊക്കെ വിളിച്ചു പറയും നിഖിലിനെ ഞങ്ങളുടെ കോളേജിലേക്ക് ഞാൻ പറഞ്ഞില്ല. അവൻ എൻട്രൻസ് എഴുതി, അങ്ങനെ ആരുടെ ഫേവർ വേണ്ട, അവൻ പരീക്ഷ എഴുതി പഠിക്കാൻ മിടുക്കനാണ്. പരീക്ഷ എഴുതി മാർക്ക് നേടി ഏറ്റവും മികച്ച കോളേജിൽ നിന്ന് അവൻ ഇഷ്ടപ്പെട്ടത് ഇന്ത്യയിൽ ഏത് കോളേജിലാണോ അവൻ ആ മാർക്ക് കിട്ടുന്നത് അവിടെ പോയി പഠിക്കും. അപ്പൊ ഒത്തിരി കോളേജ് ബാംഗ്ലൂരിലുള്ള എനിക്ക് പരിചയമുള്ള ഒരുപാട് ഹോസ്പിറ്റാലിറ്റി ആൾക്കാരൊക്കെ പറഞ്ഞു നിഖിലിനെ ഞങ്ങൾ പഠിപ്പിച്ചോളാം, ഞങ്ങളുടെ കോളേജിലേക്ക് ഷെഫെ വിടൂന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ വിടൂല്ല, അവൻ മാർക്ക് വാങ്ങിച്ച് അങ്ങനെ ഒരു ഫേവറിസത്തിന്റെ ആവശ്യമില്ല. അതിനുള്ള കഴിവ് നിഖിലിന് ദൈവമായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് പഠിച്ച് അത് കറക്റ്റ് എൻട്രൻസ് എഴുതി നല്ല മാർക്ക് നേടി, അത് ബോംബെയിലാണേലോ അല്ലെങ്കിൽ ഡൽഹിയിലാണേലോ ചെന്നൈയിലോ കോവളത്തോ IHM ആണോ അല്ലെങ്കിൽ വേറെ കുറെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ എല്ലാം അഡ്മിഷൻ കിട്ടിയിട്ട് അടുത്ത വർഷം മുതൽ പുള്ളി ഒരു 3 ഇയർ ഡിഗ്രി ഒക്കെ ചെയ്ത് നമുക്കൊരു സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഓരോ കോഴ്സും ഓരോ ഇതാക്കിയിട്ട് നല്ലൊരു മികച്ച ഒരു ക്വാളിറ്റി ഷെഫായിട്ട് ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ഷെഫാക്കി മാറ്റണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. ക്ലിയർ പ്ലാനിങ് ആണ്. പിന്നെ ഈ കാഴ്ച ഇത് കാണണമെന്ന് ആഗ്രഹിച്ച ലോകത്തിലെ ഏറ്റവും ഇത് കാണണമെന്ന് ആഗ്രഹിച്ച ആള് അമ്മ തന്നെയായിരിക്കും, നിഖിലിന്റെ അമ്മയാണ്. പക്ഷെ നമ്മളിത് ഇവിടെ വന്ന് ആദ്യം ഷൂട്ട് ചെയ്തപ്പോ നിഖിലിനോട് എന്താകാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചപ്പം എനിക്കൊരു ഷെഫ് ആകാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞ ആ നിമിഷം തൊട്ട് നമ്മുടെ ലൈവിന്റെ താഴെ ഷെഫ് പിള്ളൈ കാരണം താങ്കളെ ടാഗ് ചെയ്യാറ് അത് തൊട്ട് താങ്കൾ ഇന്നത്തെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനിങ്ങനെ കണ്ട് എനിക്കിത് ഞാൻ ഒരു വലിയൊരു യാത്രയില്ല, അപ്പൊ എനിക്ക് വാർത്ത കാണാൻ പറ്റിയില്ല, പലരും അയച്ചു തരുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് വാർത്തകൾ അയക്കുന്നതിന്റെ കൂട്ടത്തിലാണ്. പക്ഷെ പിന്നീട് വാട്സപ്പിൽ എനിക്ക് പ്രിയപ്പെട്ട ആൾക്കാർ അത് അയക്കുമ്പോൾ എനിക്ക് തോന്നുന്ന സംഭവമാണല്ലോ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി പേര് ഫേസ്ബുക്കിൽ ടാഗ് ചെയ്യുന്നതിനിടയിൽ ആ വാർത്ത കാണാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ ട്രാവലിൽ ബാംഗ്ലൂരിൽ നിന്ന് എവിടെയോ ഇങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വാട്സപ്പിൽ ഇങ്ങനെ പല ഏറ്റവും പ്രിയപ്പെട്ട ലക്ഷ്മി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സുഹൃത്ത്, അങ്ങനെ കുറെ ആൾക്കാർ, ലല്ലു ചേട്ടൻ, ഇങ്ങനെ കുറെ പേര് അയച്ചപ്പോൾ ഒരേ വാർത്തകൾ ഇങ്ങനെ വാട്സപ്പിൽ ഇങ്ങനത്തെ. അപ്പൊ എന്തോ കാര്യം അങ്ങനെ ഇരുന്ന് ഞാൻ കാറിനകത്തിരുന്നാണ് ഇത് കാണുന്നത്. അപ്പൊ തന്നെ ഞാൻ ലല്ലു ചേട്ടനെ വിളിച്ച്, ചേട്ടാ എനിക്ക് ഇദ്ദേഹത്തെ കാണണമെന്നുണ്ട്, നമുക്ക് അപ്പൊ പറയാം ശരി സെറ്റാക്കാം, നാളെ തന്നെ ആക്കാം. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അപ്പോഴാണ് ഈ പറഞ്ഞ കോളേജിൽ നിന്നും അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഞാനിങ്ങനെ പോകുന്നു പറഞ്ഞപ്പം ഈ നൈഫിന്റെ അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് നൈഫ്, എല്ലാ ഷെഫ്മാരുടെയും ഡ്രീം ആയിട്ടുള്ള ഒരു നൈഫ്. ഇത് സ്വിറ്റ്സർലൻഡിൽ ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ ഞാനൊക്കെ ഒരു 20 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് വാങ്ങിക്കാൻ പറ്റിയത്. അപ്പൊ ആ ഒരു നമുക്കൊക്കെ സ്വന്തമായിട്ടൊരു വാങ്ങിച്ച് എല്ലാ ഷെഫ്മാരും കളക്ട് ചെയ്യുന്ന അവരുടെ നല്ല ക്വാളിറ്റിയുള്ള ഷെഫ്മാർ ഏറ്റവും അവരുടെ മെയിൻ ആയിട്ട് അവർ കാണുന്നത് നൈഫാണ്. അപ്പൊ ഈ കിച്ചണിൽ അവരുടെ ടൂൾസ് ആയിട്ട് ബെസ്റ്റ് നൈഫായിട്ട് ഇതൊക്കെയാണ് വാങ്ങിക്കുക. അപ്പൊ അത് നമ്മളിത് ഈ ബ്രാൻഡൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത് കുറെ ജോലി ചെയ്തതിനു ശേഷമാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവര് ബോംബെയിൽ നിന്ന് എടുത്ത് നിഖിലിന് അയച്ചു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അവരിന് ചെയ്യും. അങ്ങനെ എത്രയോ ബ്രാൻഡുകൾ. ഭയങ്കര ലക്കാണ് നിന്റെ. 18 നിനക്ക് ഭയങ്കര ഭാഗ്യമുള്ളതാണ്. ഒന്ന് ന്യൂസ് 18, 2 നിന്റെ പ്രായം. 18 എന്ന് പറഞ്ഞാൽ ലക്കി നമ്പർ ആണ് കേട്ടോ. അതുകൊണ്ട് അത് മുറുകെ പിടിച്ചോണം. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പൊ വെക്കേഷൻ കഴിയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരാഴ്ച അദ്ദേഹത്തെ കൊച്ചിയിലും ഗോവയിലും ഒക്കെ ഹോട്ടലിലൊക്കെ ഒരു പല പല ബ്രാൻഡ് ഹോട്ടലിൽ ഒരു വിസിറ്റിനൊക്കെ വിട്ട്, അതൊക്കെ ഒരു എല്ലാവരും കിട്ടുന്നൊരു കാര്യമല്ല. അപ്പോൾ ഒരാഴ്ച കൊച്ചിയിൽ എമറിഡിയനിൽ, ഒരാഴ്ച ഗോവയിൽ മാരിയറ്റിൽ, അതുപോലെ മറ്റു പല ഹോട്ടലുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. കിച്ചണിൽ ഏറ്റവും ബെസ്റ്റ് ഹോട്ടലിലൊക്കെ കിച്ചണൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണാം. വെക്കേഷൻ കഴിയുമ്പോൾ ഇന്റേൺഷിപ്പ് പോലെ അവിടെയൊക്കെ കൊണ്ടുപോയി. ഭയങ്കര കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അമ്മയുടെ മനസ്സ്. അതുപോലെ അപ്പൊ എല്ലാ അവസരങ്ങളും ഉണ്ടാക്കി കൊടുക്കുക, എല്ലാ അവസരങ്ങളും എടുക്കാണ്. എനിക്ക് ആകെ റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞ പോലെ ബി ഹംബിൾ ആയിട്ട്. അപ്പോൾ പലതും വരും. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു വൺ ഓഫ് ടൈം ഒരു വാർത്താ പ്രാധാന്യത്തിലുള്ള വന്ന ഒരാളെന്ന നിലയിൽ അല്ലാതെ നിഖിലിന് ഒരുപാട് മുന്നോട്ട് ജീവിതത്തിൽ പോകേണ്ട ഒരാളാണ്. അപ്പോൾ അതിന് നമ്മളെല്ലാവരും സപ്പോർട്ട്. ആ ഒരു ഏജ് അറിയാമല്ലോ. പക്ഷെ നമുക്കറിയാം എങ്ങനെയാണ് നിഖിൽ പെരുമാറുന്നത്, എങ്ങനെയാണ് നിഖിൽ ഒരു കാര്യത്തെ കാണുന്നത്. അപ്പം അതിനകത്ത് വേറെ അഡ്വൈസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പം ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു ഫാമിലിയെ ഒരേ ഒരാളാണ്. അപ്പോൾ എനിക്കത് ഗ്യാരണ്ടിയാണ്. അത് 100% നിഖിലിന് അത് നിറവേറ്റാൻ പറ്റും. അതിനുള്ള വലിയ അന്വേഷണങ്ങളൊന്നും ഇല്ലാതാണ് ഷെഫ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അതെ അതെ, എനിക്കത് വാക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതല്ലാതെ ഒത്തിരി ആൾക്കാർ ഇപ്പൊ എന്റെ 10-16 റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പലരും ഇതുപോലെ ഈ ഒരു സ്കില്ലൊന്നും ഇല്ലാത്ത ഒത്തിരി ആൾക്കാരെ നമ്മൾ തന്നെ ജോലിക്ക് എടുത്തിട്ട് അവർ നല്ല ഷെഫായിട്ടുണ്ട്. ഒത്രയോ ആൾക്കാർ ഒരു പരിചയമില്ലാത്തവർക്ക് നമ്മൾ ജോലിയൊക്കെ കൊടുത്ത് പല പല പ്രശ്നങ്ങളുള്ളത്. അപ്പൊ അക്കണക്കിന് ഈ ആഗ്രഹമുള്ള ഒരാളെ എനിക്ക് ഫ്രം ദ ഡേ 1 മുതൽ മോനെ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, നീ ഇങ്ങനെയാണ് ട്രെയിൻ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് നീ കുക്ക് ചെയ്യേണ്ടത് എന്ന് ഫ്രം ദ ഡേ 1. സാധാരണ ഒരാൾ പഠിച്ച് 4 വർഷമൊക്കെ കഴിഞ്ഞ് പിന്നെ കിച്ചണിൽ വന്ന് പിന്നെ ഒന്നേന്നും പറഞ്ഞ് പഠിച്ച് പിന്നെ ഒരു 5 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരാളാവുക. ഇതിപ്പോ തന്നെ അവനൊരു ക്ലിയർ പിക്ചർ ഉണ്ട് എനിക്ക് എന്താണ് ആവേണ്ടതെന്നുള്ളത്. ഇപ്പൊ ഒരു IAS വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾ അവർക്കൊരു IAS കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ കംപ്ലീറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ ഒരു സംഭവമാണ്. അപ്പൊ അവനറിയാം ഇങ്ങനെ പഠിച്ചാൽ ഈ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് UPSC ക്ലിയർ ചെയ്യാം, അല്ലെ MBBS ക്ലിയർ ചെയ്യാം. അതുപോലെ ഇതിന്റെ ഒരു എല്ലാ കാര്യങ്ങളും ഇവന്റെ കൂടെ 10-250 ഷെഫുമാർ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഭയങ്കര സന്തോഷമാണ്. അവര് പറഞ്ഞ് ഷെഫെ കൊച്ചി മാത്രം വിടരുത്, ഞങ്ങൾ ബാംഗ്ലൂർ കൊണ്ടുവരണം, അതുപോലെ കണ്ണൂർ കൊണ്ടുവരണം, അതുപോലെ ഗോവയെ കൊണ്ടുവരണം, ദോഹയിൽ കൊണ്ടുവരണം എന്നൊക്കെ അവർ എല്ലായിടത്തും വരാം. പുള്ളി ആദ്യം പഠിക്കട്ടെ. പഠിച്ചതൊരു നല്ല ഒരു 3 വർഷത്തെ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ അതിന്റെ ഇടയിൽ ഇവർക്ക് കുറെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം കിട്ടും. അതുപോലെ പിന്നെ ഒരു ഹയർ സ്റ്റഡീസിന് ലണ്ടനിലോ സ്വിറ്റ്സർലൻഡിലോ നല്ല വലിയ അക്കാഡമി ഉണ്ട്. അവിടെയൊക്കെ പോയി പഠിക്കാൻ പറ്റിയേക്കാം. മനസ്സിലായില്ലേ? ഞാൻ നൂഡിൽസ് കൂടെ കഴിച്ചേക്കാം. അപ്പം നിഖിലിന്റെ കിച്ചണിലേക്ക് ഷെഫ് പിള്ള പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചെയ്യേണ്ട സാധനം ഇതാണല്ലേ, അടിപൊളി. ഇതാണ് നിഖിലിന്റെ കിച്ചൺ. ഞാൻ അന്ന് വന്നപ്പോ ഒന്ന് കേറി നോക്കിയായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു, ചേച്ചി അങ്ങനെ ക്ലീൻ ആയിട്ടൊന്നും അല്ല കിടക്കുന്നത്. ഞാൻ പറഞ്ഞു എന്റെ കിച്ചണേക്കാട്ടി ക്ലീൻ ആണ്. അറ്റ്ലീസ്റ്റ് ഇത്രയും മതിയല്ലോ. ഇതിനകത്തിരുന്ന് പുള്ളിയുടെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയാണല്ലോ ഇവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതെ അതെ. അപ്പൊ നിഖില തുടങ്ങല്ലേ? എന്ത് നൂഡിലാണ് ഉണ്ടാക്കുന്നത് പറയും. അറിയാണ്ട് പുള്ളി ഒന്ന് പറഞ്ഞു ഇത് പെട്ടുപോയി. അന്ന് എന്താണോ
പെട്ടെന്നാണ് പെട്ടെന്നാണെന്നല്ല, നീ പെട്ടുപോയതാണോ? പെട്ടുപോയതാ. അതൊന്നല്ല. അല്ല, അന്നത്തെ വീഡിയോക്ക് ചിലപ്പോ അറിയണ്ട എന്താ ഉണ്ടാക്കുന്ന പറഞ്ഞപ്പോ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കി അതാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഒരിക്കല് ന്യൂഡിൽസ് ഉണ്ടാക്കി തന്നു. അതെ. അത് എനിക്ക് ഭയങ്കര ടേസ്റ്റ് ആയി. മോനെ ഒന്നും കൂടെ ഇച്ചിരി ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചു. അത്രേ ഉള്ളൂ. അത് പിന്നെ അങ്ങ് വൈറലായി. പിന്നെ നിഖിൽസ് നൂഡിൽ എന്ന് പറഞ്ഞ ചിലപ്പോ ബ്രാൻഡ് ചെയ്തൊക്കെ വിൽക്കാൻ പറ്റിയേക്കാം. മനസ്സിലായി? അടിപൊളി. കഴിയുമ്പോ ടെൻഷനൊന്നും ഇല്ലാത്ത ആളാണ് സാർ, വെറുതെ ടെൻഷൻ ആക്കണ്ട. ആർക്കറിയാൻ പറ്റും ചിലപ്പോ ഇതൊക്കെ പഠിച്ചിട്ട് ഒരു പേര് ഇപ്പൊ നിഖിലിന്റെ നൂഡില് ചിലപ്പം സാധാരണ ചിലപ്പോ മാഗി ഇട്ട് ഉണ്ടാക്കിയതാവോ അല്ല ഏതെങ്കിലും ഉണ്ടാക്കിയതാവും. പിന്നീട് ഇതിനെ എക്സ്പെക്ട് ചെയ്തപ്പോ അവനൊരു ഷെഫായിട്ട് മാറി. ആ ഒരു പേര് ഓൾറെഡി എല്ലാവർക്കും അറിയാത്തതുകൊണ്ട് ഇനി നിഖിൽസ് ഓരോരോ ബ്രാൻഡിന്റെ പേരിൽ ഓരോന്ന് വരുന്ന പോലെ ഇതൊക്കെ ആർക്കറിയാൻ പറ്റും ഭാവിയിൽ എന്തൊക്കെ. അപ്പൊ പറഞ്ഞോണ്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ നൂഡിൽ ഉണ്ടാക്കാൻ പോവാണ്. നിഖിലിന്റെ നൂഡിൽ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നതും ഷെഫ് പിള്ളയായിരിക്കും. അതിന്റെ ടെൻഷനൊക്കെ ഉണ്ടാകട്ടെ. ഇതിപ്പോ പെട്ടെന്ന് ഒരാള് ഇത് വേറൊരു കിച്ചൺ ഞാൻ ഇതാണ് അവനെ ഷെഫ് എന്നുള്ളതിന്റെ കോൺഫിഡന്റ് ആണ്. ഒരു +2 പഠിക്കുന്ന ഒരാള് പെട്ടെന്ന് ഇപ്പൊ ഒരു ക്യാമറയുടെ മുമ്പിൽ നമ്മളിലെ മാസ്റ്റർ ഷെഫിലൊക്കെ പോയി ലൈവായിട്ട് കുക്ക് ചെയ്യുന്നതിനെക്കാട്ട് വലിയ ടെൻഷൻ ആയിരിക്കും. ക്യാമറ ലൈവാണ്. ഒരാൾ ആദ്യം അഭിനയിച്ചിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനത് ഇന്ന് ചോദിക്കണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാമറ അഭിനയം? ഭയങ്കര രസമായിരുന്നു. എങ്ങനെയാണ് ഫസ്റ്റ് ചെന്ന് നിന്നപ്പോ ഒരു ടെൻഷൻ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ അനുമ്പറിനോട് അഭിനയിച്ചു ധ്യാനിന്റെ കൂടെ. പക്ഷെ ഇത് വലിയൊരു ലാലേട്ടൻ, ജിത്തൂസ് ജോസഫ് സാറ്, എന്റെ ഓപ്പോസിറ്റ് ജഗദീഷ് ചേട്ടന്റെ കൂടെ നിന്നാണ് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടന്റ് ചെയ്തോണ്ട് നിൽക്കുമ്പോ ഒത്തിരി ക്യാമറയുടെ മുമ്പിൽ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ടെൻഷനാണ് ഈ പറഞ്ഞ പോലെ. ആദ്യം ടെൻഷനായി, പിന്നെ കൂളായി. പിന്നെ ജിത്തു സാറ് ഡോണ്ട് വറി അതിങ്ങനെ ആയി, അങ്ങനെ ചെയ്തു. മാഗി വെച്ചാണ് ഇവരൊക്കെ ഇത്രയെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നായിക്കണം. ഇപ്പോഴത്തെ പിള്ളേര് എല്ലാം ഉണ്ടാക്കി കൊടുത്ത മുമ്പ് വെച്ചിട്ട് എല്ലാവരുടെയും ടേബിളിൽ കിട്ടണം ഭക്ഷണം. ഞാൻ നിഖിലിന്റെ ഇന്റർവ്യൂ ഇത് നമ്മുടെ പാഠനാല് നമ്മുടെ സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളുടെ അഭിരുചികള് അവരുടെ ഭാവി പരിപാടികളൊക്കെ ചോദിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഞാൻ നിഖിലിന്റെ ഇത് കഴിഞ്ഞപ്പോ തൊട്ട് ഇപ്പൊ എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്തൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കും, നിങ്ങൾ കിച്ചണിൽ കയറാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഒരു സ്കൂളിൽ ചെന്നപ്പോ അവർ എന്നോട് ചോദിച്ചത് അതൊക്കെ ഞങ്ങളോട് ചേച്ചി എന്താ ഉണ്ടാക്കും. അവിടെ ഞാൻ പെട്ടായിരുന്നു. അതിനുശേഷം ഞാനും ഇപ്പൊ കിച്ചണിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. എന്നാലും എനിക്ക് നിഖിലിനോട് ചോദിക്കണ്ടേ, നിഖിലിന് എന്തെല്ലാം പറയായിരുന്നു. വേണമെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ്. വേണമെങ്കിൽ പറഞ്ഞ പോലെ എനിക്കൊരു IPS ഓഫീസർ, ഒരു പോലീസ്, അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിൽ ഒരു ഉന്നത ഉദ്യോഗം വേണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വേറെ എന്തെല്ലാം പ്രൊഫഷൻസ് ഉണ്ട്. എനിക്ക് ഇന്ത്യൻ മിലിറ്ററിയിൽ വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ആഗ്രഹിക്കായിരുന്നു. വൈ ഷെഫ്? അത് വെറുതെ ഒരു ന്യൂഡിൽ ഉണ്ടാക്കിക്കൊണ്ട് മാത്രം ഒരാൾക്ക് ഷെഫ് ആവണമെന്നില്ല. എന്തുകൊണ്ടാണ്? എനിക്കത് അന്ന് തൊട്ടേ നേരിട്ട്, പിന്നെ ഫോണിൽ വേണ്ട, നേരിട്ട് കാണുമ്പോൾ ചോദിക്കും എന്താണ് ശരിക്കും ഷെഫ് ആവണമെന്നൊരു ആഗ്രഹം തോന്നാൻ കാര്യം എന്താ? ആഗ്രഹം മെയിൻ റീസൺ ആഹാരം. ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതെന്തുകൊണ്ട് നമുക്കൊരു ഫുഡിനെ ബന്ധപ്പെട്ട് തന്നെ ഫുഡ് എന്തുകൊണ്ട് ഒരു പ്രൊഫഷൻ ആക്കിക്കൂടാ എന്ന് തോന്നിയോണ്ട് തന്നെയാണ് ഞാൻ ഷെഫിലോട്ട് തന്നെ പോവാൻ തീരുമാനിച്ചത്. ഇനി അഥവാ ഇതൊന്നും പറ്റില്ല, ഞാൻ ഒരു ജസ്റ്റ് ഓവറായിട്ട് നമുക്ക് ഷെഫും കൂടെ കഴിഞ്ഞ പിന്നെ ഒരാഗ്രഹം കൂടെ ഉണ്ട്, നടനാവണം. ആക്ടിങ്ങും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം സിനിമ ആണെന്ന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം രണ്ടും കൂടെ ചെയ്യാന്നുള്ളത്. ഞാൻ പറയാൻ വന്നിരുന്നത് ഇൻ കേസ് ഇതൊന്നും ഉണ്ടായില്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് നിഖിൽ ഇതുപോലെ തന്നെ പോവായിരുന്നു. നിഖിൽ ഈ 18 +2 കഴിഞ്ഞാൽ അവൻ ഈ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ഒരു ക്ലൗഡ് കിച്ചൺ ഉണ്ടാക്കി സ്വന്തമായിട്ട് ഭക്ഷണം വെച്ച്, ചിലപ്പോൾ ഒരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി ആളുകളെ കൊണ്ട് വിൽപ്പിച്ച്, ഇവനൊരു ചിലപ്പോൾ ഒരു ചാനലൊക്കെ ഉണ്ടാക്കി, ചിലപ്പോൾ ഇതൊന്നും നമ്മളാരും അറിയുന്നില്ലെങ്കിൽ നിഖിൽ ഒരുപക്ഷെ ചെയ്തേക്കാവുന്ന കാര്യം +2 കഴിയും. അപ്പോഴത്തേക്ക് ഇവന്റെ ഉള്ളിൽ ഷെഫ് എന്ന് പറഞ്ഞ ഒരാളുടെ ആഗ്രഹമുണ്ട്, ഉള്ളിലുണ്ട്. അതുപോലെ ഭക്ഷണം ഉണ്ടാക്കും. ഇപ്പൊ അമ്മയെ കൊണ്ടാക്കി ഇരുന്ന് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി തിരുവനന്തപുരത്ത് വിൽക്കാം, അല്ലെങ്കിൽ ഒരു ക്ലൗഡ് കിച്ചൺ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഉണ്ടാക്കി വിടുന്ന ഈ കിച്ചണിൽ അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞേനെ പിന്നീട്. അപ്പൊ നമ്മള് നൂഡിൽസ് ഒക്കെ റെഡി. പറയൂ ഷെഫേ. പുള്ളി ആകെ ഒരു ഇച്ചിരി സ്ട്രെസ് ഉണ്ടാവും. നോർമലി ഇടുന്ന പോലെ തന്നെ മാഗി. സാർ എങ്ങനെ മാഗി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്നോവേറ്റീവ് നമ്മള് മാഗി നമ്മുടെ ഒന്നും ടൈമിൽ മാഗി ഇല്ലായിരുന്നു. പിന്നീട് പിന്നെ ഇതൊരു മാഗി ഒരു എല്ലാവരുടെയും പോപ്പുലർ ആയ ഒരു സമയം എന്നൊക്കെ പറഞ്ഞൊരു 90s കഴിഞ്ഞിട്ട് അല്ല 2000 ഒക്കെ ആയപ്പോൾ ഈസി ആയതുകൊണ്ട് പിന്നെ ഞാനൊക്കെ ഈ ജോലി ചെയ്ത് തുടങ്ങിയത്
ഒരു ചൈനീസ് റെസ്റ്റോറന്റ് ആണ്. ഓ. അപ്പൊ അത് ഒറിജിനൽ നൂഡിലൊക്കെ ഉണ്ടാക്കി നമ്മൾ ആ നൂഡിൽസ് കറക്റ്റ് ആയിട്ട് ബോയിൽ ചെയ്ത് വല്ല പാനിനകത്തൊക്കെ അടിച്ച് കഴിക്കുന്നവർക്ക് ഇത് പറ്റില്ല. അത് കാരണം ഞാൻ പിന്നീട് വീട്ടിലൊക്കെ പിള്ളേര് വലുതായതിനു ശേഷം അവരുണ്ടാക്കി തന്നാണ് ഇത് കഴിച്ചത്. ആണോ? ഓ ശരി ശരി. ചേച്ചി കുക്കാണോ? അത്യാവശ്യം നന്നായിട്ട് കുക്ക് ചെയ്യും. ഞങ്ങൾ എല്ലാവരും വന്ന് വരണം, ഇവിടെ വന്ന് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇന്ന് എനിക്ക് പിന്നെ ഒരു മറ്റേ അതിന് പോകണം. അതിന്റെ ഇടയിൽ തിരിച്ച് കൊച്ചിയിൽ വേറൊരു ഷൂട്ടുണ്ട്, അങ്ങനെ ദുബായിലൊക്കെ പോയി. അതിന്റെ ഇടയിൽ പിന്നെ അല്ലെങ്കിൽ വീണ്ടും വൈകും. ഇതെന്റെ കിട്ടിയിട്ട് ഒരു 2 ആഴ്ചക്ക് മേലെയായി. പക്ഷെ ഇങ്ങോട്ട് വരാനുള്ള ഒരു സമയം കിട്ടാൻ ഇനി നീട്ടായിരുന്നു. ദുബായിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ വന്നാൽ മതി എന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് ചെയ്തില്ല എന്നുള്ളതാ നേരത്തെ എന്റെ കണ്ണ് നിറയാൻ. അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള മനുഷ്യനാണ്. ഞാനപ്പോ അതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ തിരുവനന്തപുരത്തേക്ക് ആക്കി. ഈ സാധനങ്ങളൊക്കെ അയച്ചു വന്നിട്ട് ഈ വാർത്ത വന്നു, അത് കണ്ടപ്പോ തന്നെ ഓരോരുത്തർ വിളിച്ച് ഞാൻ ഷെഫ് ചെയ്ത് കൊണ്ടു. എനിക്ക് പിന്നെ സമയം കിട്ടില്ല, അല്ലെങ്കിൽ കുറെ കൂടെ സാധനങ്ങൾ ഇനി കിട്ടാനുണ്ട്. ഓരോ ആൾക്കാര് വേറെയും കുറെ സമ്മാനങ്ങളൊക്കെ നിഖിലിന് കൊടുക്കണം, അപ്പൂന് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ശരി, തീർച്ചയായിട്ടും. എന്നെ അത് കൂടാണ്ട് കോഴിക്കോടുള്ള ഒരു ഫാമിലി അല്ല, ഒരു ഡോക്ടറാണ്. അവരുടെ വീട്ടിൽ ഇതുപോലൊരു ഓട്ടിസം ഒരു കുട്ടിയുണ്ട്. അപ്പൊ അവർക്കൊരു ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റലുണ്ട്. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു, ഷെഫ് പോവാണെ പറയൂ, അമ്മയുടെയും മകന്റെയും അവിടെ ആ ഹോസ്പിറ്റലിൽ നിർത്തി. എനിക്ക് ഓൾറെഡി ഒരു മകനുണ്ട് ഇതേപോലെ, ഞാൻ തന്നെ അപ്പൂനെ നോക്കിക്കോളാം, കാരണം അതിന്റെ അങ്ങനെയൊക്കെ പറയുകയാണ്. കോഴിക്കോട് ആ ഡോക്ടർ മാവൂർ റോഡിലാണ് അവർക്ക് ഒരു ആയുർവേദ ക്ലിനിക്കും അവരുടെ സ്വന്തം. ഇപ്പൊ ഇന്നലെയും കൂടെ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു ശരി പറയാം, ഓൾറെഡി പക്ഷെ ട്രിവാൻഡ്രന്ന് കോഴിക്കോട് വന്ന് നിൽക്കണം. പറഞ്ഞു ഒരു കുഴപ്പമില്ല, അമ്മേനെയും മോനെയും ഞാൻ ജീവിതകാലം അവിടെ ഹോസ്പിറ്റലിൽ ട്രീറ്റും ചെയ്യാം. സെയിം ഏജ് ഉള്ള ഒരു ഓട്ടിസ്റ്റിക് കുട്ടി ആ ഡോക്ടറിനുണ്ട്. അപ്പൊ അവർക്ക് അതിന്റെ സൗകര്യം ഞാൻ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടുന്നല്ല. അപ്പം ഇങ്ങനെ സെലക്ഷൻ ആണ് ഇപ്പൊ എങ്ങനെ ആരെന്ത് ചെയ്യണം. ഒരുപാട് പേര് നമ്മുടെ ചാനലിലേക്ക് വിളിക്കുന്നുണ്ട്. ഇപ്പോഴും എത്രയോ ദിവസമായി എപ്പിസോഡ് പോയിട്ട് അത് വൈറലായിട്ട്, പക്ഷെ ഇപ്പോഴും വിളിക്കുന്നുണ്ട് നിഖിലിനെ നമുക്ക് ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോ എത്രയൊക്കെ സഹായാലും മെയിൻ കോർ എന്ന് പറയുന്നത് പഠനമാണ്. അപ്പൊ ആ ഒരു നിഖില് നന്നായിട്ട് ആ ഒരു ഏജ്, കാരണം ഈ സഹായങ്ങളൊക്കെ എപ്പോ വേണമെങ്കിലും നിൽക്കാം. പക്ഷെ പഠിത്തം എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് നമ്മളെ ഹെൽപ്പ് ചെയ്യും, ഇല്ലേ? സഹായങ്ങളെ കൊണ്ട് മാത്രമല്ലല്ലോ ജീവിക്കുന്നത്. അവനവന്റെ കഴിവ് കൊണ്ട് തന്നെ ഇതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിഖിലിന് ഇപ്പൊ ആ ഒരു ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ആളുകളോടും കൂടി ഉണ്ട്. ഇപ്പൊ അമ്മയോടും അപ്പൂനോടും മാത്രമല്ല, ഈ സഹായിക്കുന്നവരോടും കൂടി ഉണ്ട് ഒരു ഉത്തരവാദിത്തം. അപ്പൊ നിഖിലോട് സംസാരിക്കുമ്പോ നിഖില് പറയുന്ന ഫസ്റ്റ് കാര്യം അതാണ്, ചേച്ചി പരീക്ഷ, അത് തന്നെയാ പറയുന്നത്. അപ്പൊ അതെനിക്ക് വലിയ സന്തോഷമാണ് തോന്നി. എന്തായി മോനെ സഹായങ്ങളൊക്കെ എന്തായി, നീ സെലക്ട് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴും അവ ആദ്യം പറയുന്നത് പരീക്ഷയാണ് കേട്ടോ ചേച്ചി, പ്രാക്ടിക്കല്, അങ്ങനെ പറയാൻ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതാണ് തീർച്ചയായിട്ടും. സഹായങ്ങളൊക്കെ വന്നാലും സഹായങ്ങൾ വരും, അത് വരാതിരിക്കാം, ചിലപ്പോൾ കിട്ടാണ്ടിരിക്കാം. പക്ഷെ അതിനെ പ്രതീക്ഷിക്കാണ്ട്. പക്ഷെ ഈ പഠനം കൃത്യമായിട്ട് പോയാൽ ഈ ഒരു സഹായം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവർക്ക് നന്നായിട്ട് പോകാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ള എത്രയൊക്കെ വന്നാലും അവന്റെ പഠനത്തിൽ ഈ പറഞ്ഞ ഈ ഒരു പ്രോസസ് നെക്സ്റ്റ് 4 years ആ ഒരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ആരുടെ ഒരു സഹായം ഇല്ലെങ്കിൽ പോലും സ്വന്തമായിട്ട് തന്നെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് എപ്പോഴും ഒരു സ്വന്തമായിട്ട് തന്നെ ചെയ്ത് അതിന്റെ കൂടെ ഒരു സഹായം കിട്ടിയാൽ ദൈവം വേറെ ലെവലിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇപ്പം. അതിനകത്ത് ആ 100% കോൺസെൻട്രേഷൻ പണ്ടുള്ളതിനെക്കാട്ടി കൂടുതൽ ഇപ്പം നന്നായിട്ട് പഠിക്കാനുള്ള പണ്ട് ആ ഒരു ബുദ്ധിമുട്ടിക്കോ എനിക്കിത് ചെയ്തിട്ട് പഠിക്കണം അല്ല, അങ്ങനെ ആ ഒരു സമ്മർദ്ദം എപ്പോഴും താഴെയുണ്ട്. ഇനിയിപ്പോ അതുണ്ടാവില്ല. അതുകൊണ്ട് പഠിത്തത്തിൽ ഒരു 100% ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതേ അരിഞ്ഞ് സംഭവമൊക്കെ മിസ്സിംഗിലൊക്കെ ചെയ്ത് വെച്ചേട്ടാ. ഇത് പ്രോപ്പർ ഇത് ഒരു നൂഡിൽ ആദ്യം ബോയിൽ ചെയ്ത് വേവിച്ച് വെറുതെ ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് എണ്ണ പാൻ എടുക്കുക. ആ സെയിം പാനിൽ തന്നെ എടുത്തിട്ട് വെളിച്ചെണ്ണ, സോറി ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ചൂടാവട്ടെ. ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഇത് എടുത്ത് കാണിക്കും. നമ്മൾ ഇത്ര പേരല്ല, ഒരുപാട് പേര്. അപ്പൊ ഇതിപ്പം ക്യാരറ്റും ബീൻസും സവാളയും ഇത് 3 ഫസ്റ്റ് ഞാൻ ഇടും. ക്യാപ്സിക്കം അധികം വേവിന്റെ ആവശ്യം ഇല്ല. ഞാൻ അതുകൊണ്ട് തന്നെ ക്യാപ്സിക്കം നൂഡിൽസ് എല്ലാം സ്റ്റേജ് എല്ലാം കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം എടുത്ത് ഞാനത് അങ്ങനെയാണ്. അതെ അതെ അതെ. അതുകൊണ്ട് നിഖിലിനെ ചെയ്യാം. അതാ ക്യാരറ്റ് ഇട്ടു, ക്യാരറ്റും ബീൻസും സവോളയും വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. അതെ.
വേണം കണ്ടുപഠിച്ചത് മിക്കാറ് വശത്ത് പോയി ഞാൻ ട്രൈ ചെയ്യും. Try ചെയ്യും. നല്ലതാണെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. ഒന്ന് ആലോചിച്ച് നോക്കണേ, ഒരു ഷെഫ് ഇത്രയും നമ്മുടെ ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഷെഫ്മാരിൽ ഒരാളുടെ മുമ്പിൽ വെച്ചിട്ട് സ്വന്തം റെസിപ്പി ചെയ്യാൻ പറ്റാത്ത ഒരു ഭാഗ്യം. അത് ഒരു 18 അത് വയസ്സുകാരി. വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയായിരിക്കില്ലേ? അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് നിൽക്കാൻ ഒത്തിരി പ്രശ്നമുണ്ട്, എങ്കിലും അമ്മ നോക്കിയ ചായ വന്ന് നിൽക്കുകയാണ് ഇവിടെ, അങ്ങോട്ട് പോയി ഇരിക്കുന്നില്ല, ഇവിടെ തന്നെ നിന്ന് ഇതൊക്കെ കാണുകയാണ്, കണ്ണ് നിറഞ്ഞ് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ സാർ ഇന്നലെ വലിയൊരു സംഭവമായിരുന്നു. രാജഗിരി സ്കൂളിൽ ഇൻവൈറ്റ് ചെയ്തു ചീഫ് ഗസ്റ്റ് ആയിട്ട്. അയ്യോ അതില് അവിടെ ചീഫ് ഗസ്റ്റ് ചീഫ് അതെ, ഗസ്റ്റ് ഇനി അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇനി എന്തെല്ലാം രീതികൾ കിട്ടും. ഇപ്പൊ ഒരു റോൾ മോഡലാണ്. അത് അപൂർവമായിട്ട് ഒരു 1 ലക്ഷം കുട്ടികളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വർഷം നമ്മുടെ കേരളത്തിൽ എത്രയോ കുട്ടികൾ 10ാം ക്ലാസ് കഴിയുന്നു, അല്ലെങ്കിൽ +2 കഴിയുന്നു. അതിലൊരാളിങ്ങനെ അത് അപൂർവമായിട്ട് അപ്പൊ അത് ഈസ് എ റോൾ മോഡൽ. അപ്പൊ അതിന്റെ അനുസരിച്ചിട്ടുള്ള ആ ഒരു ഇൻസ്പിറേഷൻ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും, കുട്ടികൾ മാത്രമല്ലല്ലോ, മുതിർന്നവർ പോലും ഇത് കണ്ടിട്ട് ചെറിയൊരു പ്രശ്നം അല്ലെ വലിയൊരു പ്രശ്നം, അവർ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങ് പകച്ചു പോകണം, തിരിച്ചെന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതെല്ലാം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാനുള്ള ഒരു ക്ഷമയോ അല്ലെങ്കിൽ അതൊന്നും ആളുകൾക്ക് ഇപ്പോഴത്തെ ടൈമിലില്ല. നമ്മൾ ഒരുപാട് പേരെ കാണുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ തന്നെ അവർ ആകെ ഡിപ്രസ്ഡ് ആയിട്ട്, അല്ലെങ്കിൽ എൻ്റെ കൂടെ ലൈഫ് അങ്ങ് കഴിഞ്ഞു, എൻഡ് ഓഫ് ദ വേൾഡ് എന്ന രീതിയിൽ അങ്ങ് ഡിസിഷൻ എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പോൾ ആളുകൾക്ക് അത് പ്രതീക്ഷയാണ്. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ടായി, നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റുമെന്നൊക്കെ ഉള്ളതിന്റെ ഒരു ഉദാഹരണമല്ലേ. അപ്പൊ അത് എല്ലായിടത്തും എന്തൊക്കെയോ പൊടികളൊക്കെ എടുക്കുന്നുണ്ട്, ഞങ്ങളോടും പറയണം. സീക്രട്ട് റെസിപ്പിയാണ്. നമ്മളിതൊന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അതെ. എല്ലാം അവിടുന്ന് ഇവിടുന്നൊക്കെ അതെ. എന്റെ ഈശ്വര, അയ്യോ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പാത്രമൊക്കെ ഞാനിവിടെ വന്ന് ഇതിന് മീനൊക്കെ വാങ്ങിച്ച് എന്തെങ്കിലും ഉണ്ടാക്കി, പക്ഷെ അതിനുള്ള സമയം കിട്ടിയിട്ട് നെക്സ്റ്റ് ടൈം വരുമ്പോ ചെയ്യാം. അമ്മ പറഞ്ഞത് കേട്ടോ, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ പാത്രത്തിൽ ഷെഫ് ഭയങ്കര സന്തോഷത്തില്ലേ. എനിക്ക് ആദ്യം വിശ്വസിക്കാൻ ഒന്ന് വേവണം നന്നായിട്ട്. ഞാൻ ക്യാപ്സിക്കം വേവിക്കത്തില്ല, അത് നല്ല ക്രഞ്ചായിട്ട് കിട്ടാൻ അത് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യും. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരിക. വേണമെങ്കിൽ ക്യാപ്സിക്കം വേവിക്കാം, ഇറ്റ്സ് ഓപ്ഷണൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു പകുതി വേവ് വേണമെങ്കിൽ കൊടുക്കാം. അല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ക്രിസ്പി ആയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ യു ക്യാൻ ലാസ്റ്റിൽ നിങ്ങൾക്ക് അത് നൂഡിൽസ് എല്ലാം ഉണ്ടാക്കി സ്റ്റേജ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഇടാവുന്നതേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് പകുതി ഒന്ന് വേവട്ടെ. ഇത് മിക്കവാറും ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണോ അതോ വൈകിട്ട് സ്കൂളിൽ വന്നിട്ടോ? ഇത് എനിക്ക് ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറില്ല നൂഡിൽസ്. അങ്ങനെ എപ്പോഴും കഴിക്കുന്ന ഒരാളല്ല. അല്ല, ഇവർക്ക് അപ്പൂനൊക്കെ വേണമെങ്കിൽ ഇവർക്ക് ഞാൻ അപ്പു കഴിക്കത്തില്ല നൂഡിൽസ്, അമ്മയും ഞാനുമാണ് കഴിക്കുന്നത്. അപ്പം എപ്പോഴും ഉണ്ടാകത്തില്ല നൂഡിൽസ്, എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ. അല്ലെങ്കിൽ ചോറൊക്കെ ആണല്ലോ കഴിക്കുന്നത് എല്ലാ ദിവസവും. അപ്പൂന് ഏറ്റവും ഇഷ്ടം ചായയാണ്. അപ്പൂന്റെ ഇഷ്ടം സാധനം ചായ. ചായ നന്നായിട്ട് ഇടാം, സ്വന്തമായിട്ട് ഇടുവോ അതോ അമ്മയിട്ട്? അങ്ങനെ ചായയിലൊക്കെ വെറൈറ്റി ഉണ്ടോ ഷെഫ്? പിന്നെ മസാല ടീ, ജിഞ്ചർ ടീ, അങ്ങനെ ഒരുപാട് മറ്റേ ഏലക്കായിട്ട് വെറും ഏലക്കായിട്ട് ഉണ്ടാക്കുക. പിന്നെ ഒരുപാട് തരം ചായകൾ ഞാനെല്ലാം ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ എനിക്കറിയാം അത്യാവശ്യം. ഏറ്റവും ഇഷ്ടം നിഖിലിന് ബിരിയാണി അല്ലേ അന്ന് പറഞ്ഞ? ബിരിയാണി ജീവനാണ്. ബിരിയാണി എത്ര തരം ബിരിയാണി ഉണ്ടെന്നറിയോ? നമുക്കൊരു ബിരിയാണിയുടെ നമ്മുടെ കേരളത്തിൽ തന്നെ പല വെറൈറ്റി ബിരിയാണി ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പാലക്കാടൻ റാവുത്തർ ബിരിയാണി, അമ്പൂർ ബിരിയാണി, സ്റ്റാർ ബിരിയാണി, ഇതെല്ലാം കൊണ്ട് പുള്ളി ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം. ബിരിയാണി മറ്റേ സിനിമയ്ക്കകത്ത് പറയത്തില്ലേ, വേണമെങ്കിൽ ഞാനും കൂടി വരാം. അതെ, അതിന്റെ കൂടെ ഇഷ്ടമാണ് ഞാനും കൂടി വരാം. ബിരിയാണി കഴിക്കാൻ. ഒരു ബിരിയാണി കിട്ടിയാലോ അല്ലേ? കിട്ടിയാലോ? നൂഡിൽസ് എടുത്തില്ല ഞാൻ. ഓക്കെ, സെറ്റായിരുന്നു. തണുത്തതുകൊണ്ടല്ലേ ഇച്ചിരി. അത് കുഴപ്പമില്ല. അത് പുള്ളി എങ്ങനെയാണ്, ഇത് വീട്ടിലെ നൂഡിൽസ് അല്ലേ? മുട്ടയൊക്കെ ഇടാം, അങ്ങനെ കുറച്ചുകൂടെ ടേസ്റ്റ് ആക്കാനായിട്ട് ഇടും. മുട്ട ലാസ്റ്റിലേ ഞാൻ ഇടുള്ളൂ. അതെങ്ങനെ ചിക്കി ഇടുവോ? ചിക്കി ലാസ്റ്റിലേ ഇടുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ സ്കൂളിലൊക്കെ പോകുമ്പോ ഈ ഫുഡിനെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടാവും? അത് അല്ല, ഫുഡ് നമ്മൾ പുറത്തുനിന്ന് പോയി കഴിക്കുന്നതൊക്കെ അങ്ങനെ സംസാരിക്കും. ഞാൻ നൂഡിൽസിന്റെ കാര്യം അങ്ങനെ ആർക്കും അറിയില്ല. അന്ന് അറിയാണ്ടങ്ങ് പറഞ്ഞു പോയതാണ്. പലർക്കും പുള്ളിയുടെ അവസ്ഥ അറിയില്ലായിരുന്നു. അതെ, സ്കൂളിലുള്ള പലർക്കും അറിയില്ലായിരുന്നു. അത് നോർമലായിട്ട് ഇങ്ങനെ വളരെ അടുത്ത
ഫ്രണ്ട്സിനോട് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്തെന്ന് പറയാൻ ഒരു 2-3 പേർക്ക് മാത്രമേ അറിയുള്ളായിരുന്നു. അത് മാത്രല്ല അന്ന് അവരെന്നെ ഞെട്ടി, ഈ കുട്ടികൾ തന്നെ ഇത് കേട്ടപ്പോ ഞെട്ടി. ഈ മോൻ പറയുമ്പോ അവര് തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അയ്യോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നെ പറ്റി ഒരു എന്താ പറയാ, എന്റെ സ്കൂളിൽ എന്നെ പറ്റി ഒരു ബേസിക് ഇമേജ് എന്ന് പറയാൻ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നടക്കുന്നത്. ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കാറ് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് ആ സ്വഭാവമില്ല. ഞാൻ വീട്ടിൽ ഇരുന്നാലും കരയാറില്ല. അമ്മയോട് ചോദിച്ചൊക്കെ അറിയാം, ഞാൻ മുമ്പ് ഇരുന്ന് കരഞ്ഞിട്ടില്ല. ഒറ്റയ്ക്കിരുന്ന് കരയത്തുള്ളൂ. അയ്യോ അതാണ് പറഞ്ഞോ, ഞാൻ അമ്മയുടെ മുമ്പിൽ ഇരുന്ന് കരയാറുണ്ടത്. അത് ഒറ്റയ്ക്ക് അവന്റെ അർത്ഥം ഒറ്റയ്ക്കിരുന്ന് കരയും. ഇനിയിപ്പോ നിഖിലിന് അങ്ങനെ കരയാം. അങ്ങനെ ബ്രേക്ക് ആവുന്ന സിറ്റുവേഷൻ വരുമ്പോ ഒറ്റയ്ക്ക് പോയി കരയും. സ്കൂളിലാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. അപ്പൊ പിള്ളേരുടെ ഒരു അല്ല, ഈ നിഖിൽ എനിക്ക് പറയാം, ഈ ഹാപ്പി ആയിട്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഇതൊക്കെ പോട്ടെ. ഈ ഒരു മാസം മുമ്പ് ഇതുപോലെ എത്രയോ സങ്കടമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവും. രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഇവിടെ മോന്റെ കാര്യം. അപ്പൊ ഈ സങ്കടമൊക്കെ വരുമ്പോ ഈ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് എന്താ നിഖിൽ ചെയ്തോണ്ടിരുന്നത്? അത് എത്രയോ പേര് ചെറിയ കാര്യത്തിലൊക്കെ ദുഃഖിക്കുന്നുണ്ടാവും. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ബേസിക് ആയിട്ട് ആൾക്കാരുടെ ഒരു ലൈക്ക് നോർമലി പീപ്പിളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഒരു വിഷമം വന്ന അവരുടെ കംപ്ലീറ്റ് സിസ്റ്റത്തെയാണ് അത് ബാധിക്കുന്നത്. ലൈക്ക് മനസ്സിനെയും ശരീരത്തെയും എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. ബേസിക്കലി അതാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ ഇതെന്റെ മനസ്സിലോട്ട് പിടിച്ചു വെക്കാറില്ല. വിഷമം ഇപ്പൊ അത് വരികയാണെങ്കിൽ അപ്പോഴത്തെ ഒരു ഇതില് ഞാൻ അത് കാര്യമാകത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, വിഷമം വന്നാലും അതെന്റെ മനസ്സിൽ ഇവിടെ പിടിച്ചു വെക്കാൻ, ഇവിടെ പിടിച്ചു വെക്കുമ്പോഴാണല്ലോ പ്രശ്നം വരുന്നത്. നീറുന്ന അതുകൊണ്ട് ഇവിടെ പിടിച്ചു വെക്കുമ്പോഴാണ് പ്രശ്നം. പിടിച്ചു വെക്കാതിരുന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇതെല്ലാം അത് അപ്പോഴത്തെ ആ ഒരു ഇതിൽ ഞാൻ കരയും. പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ പഴയതുപോലെ ഞാൻ ഹാപ്പി ആവും, ചിരിക്കുക, അത്രേ ഉള്ളൂ. അത് ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ഇത് വന്നാൽ പിന്നെ അത് ലൈഫ് ലോങ് നീണ്ടങ്ങ് പോകും. അപ്പൊ അങ്ങനെ എനിക്ക് നീണ്ടു പോകാനാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റാത്തതൊക്കെ തന്നെ ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചോണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാതെ ഇങ്ങനെ അതിന്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ഇതൊന്നും മനസ്സിൽ വെക്കാറില്ല. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ രാത്രിയാണ് വിഷമം വന്ന് രാവിലെ അതങ്ങ് മറക്കും. ക്ലീൻ ആവും, എല്ലാം ക്ലീൻ ആവും. നമ്മള് കുളിക്കത്തില്ലേ, അതുപോലെ കുളിക്കുന്ന പോലെ കുളിക്കുമ്പോൾ നമ്മൾ സോപ്പൊക്കെ തേച്ച് നമ്മുടെ അഴുക്കുകളെല്ലാം കളയും. അതുപോലെ എന്റെ ഉള്ളിലുള്ള അഴുക്കുകളെല്ലാം ഞാൻ അതുപോലെ വാഷ് ചെയ്ത് കളയും. അതാണ്. എന്നിട്ട് എവരിഡേ റിഫ്രഷ് ആയിട്ട് പോകും. പിന്നെ വിഷമം വന്നാൽ അവരെ വിട്ട് വിഷമിപ്പിക്കുകയില്ല. അവരുടെ മുമ്പിൽ ഞാനങ്ങനെ കരഞ്ഞാലും പിന്നെ അവർക്ക് പിന്നെ ആരെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളൊരു ആശങ്ക അവർക്ക് തോന്നില്ലേ. അതെ. അപ്പൊ അവരെ ഹാപ്പിയാക്കി എത്ര വിഷമമുണ്ടെങ്കിലും ഇവിടെ വന്നിരുന്ന് അവരെ ഹാപ്പിയാക്കും. അവരുടെ മുമ്പ് ഒരിക്കലും സങ്കടപ്പെട്ടിട്ടില്ല. അങ്ങേയറ്റം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങേയറ്റം ബ്രേക്ക് ആവേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാൻ എങ്ങനെയൊക്കെയോ ചിരിച്ചിട്ടാണ് ഇവരുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അപ്പം ഇപ്പോഴും അതെ, ഇനിയുള്ള കാലവും ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എപ്പോഴും. ഈ വാക്കുകള് ഒരുപാട് പേർക്ക് ഭയങ്കര പ്രചോദനമായിട്ടുണ്ട്. അത് ശരിക്കും എനിക്ക് അവർ പറയുമ്പോ ഫീൽ ചെയ്തിട്ടുള്ള നമ്മുടെ കമന്റ്സ് വായിച്ച് അറിയാൻ പറ്റും. അതായത് എനിക്ക് നമ്മൾ നല്ല ഡ്രസ് വാങ്ങാൻ പറ്റിയില്ല, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ. അയ്യോ, നമുക്ക് ഭയങ്കര ഡെസ്പായിരിക്കും നമ്മൾ 2 ദിവസം എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ. അപ്പോഴാണ് ഇവിടെ ഒരു കുടുംബം മൊത്തം ചുമരിലിട്ടിട്ട് ഹാപ്പി ആയിട്ട് നടക്കുകയാണ്. അപ്പൊ ഒരുപാട് പേര് മോന്റെ സംസാരം കേട്ടിട്ട് ബാക്കിയെല്ലാം മറന്ന് എന്തൊരു പോസിറ്റീവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും കേറും കേട്ടോ. ഇതാണ് ഓരോ വാക്കുകളും. കാരണം ഇതൊരു 30-year-old ഒരു 40-year-old പറഞ്ഞാൽ പോലും വാല്യൂ ഉണ്ട്. അവിടെ ഒരാൾ ഇങ്ങനെ പറയുന്നു ഇതിനെ, ഈ ഒരു രാവിലെ ബ്രേക്കായി ഹൃദയം പൊട്ടുന്ന ചില സിറ്റുവേഷൻസിലൂടെ ഒക്കെ ആയിരിക്കും അങ്ങനെ പൊട്ടേണ്ട അവസ്ഥ വരുമ്പോ പൊട്ടിപ്പോവും. പൊട്ടാതിരിക്കുമ്പോ നമ്മള് മാക്സിമം ആ പൊട്ടുമ്പോ നമ്മൾ ആ പൊട്ടലിന് കൂടെ തകർന്നു പോകുന്നില്ലല്ലോ, അതിനെങ്ങനെയെങ്കിലും റീഫിക്സ് ചെയ്തെടുക്കാൻ നോക്കും. അത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതാണ്. സാധാരണ വിഷമം വരുമ്പോൾ എന്തെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പോകുന്നതിനെ ഞാൻ ഇങ്ങനെ റീഫിക്സ് ചെയ്തെടുക്കും. അങ്ങനെ പോയേ പറ്റൂ. എന്റെ അവസ്ഥ അതാണ്, എനിക്ക് അങ്ങനെ പോയേ പറ്റൂ. കാര്യം അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ഇവിടെ ഇല്ല, ഞാൻ ഈ ലോകത്ത് പിന്നെ ഉണ്ടാ ഇല്ല, ഞാൻ ഈ ഭൂമിയിലില്ല. നിങ്ങളോട് ഞാൻ സംസാരിക്കില്ല, ഷിഫ്റ്റ് സാറിനെ ഞാൻ കാണില്ല, ഞാൻ ആരെയും കാണില്ല, ഞാനിവിടെ ഇല്ല. കാര്യം 10th പോലും എനിക്ക് അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. 10th ക്ലാസ്സിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം അപ്പോഴീ കൊറോണയുടെ ടൈമാണല്ലോ, അപ്പോഴത്രയ്ക്ക് നമ്മളൊരു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റമായിരുന്നു. ഫുഡാണെങ്കിൽ പോലും അമ്മ ഫുഡ് കഴിക്കത്തില്ല, ഞങ്ങൾക്ക് മാത്രം ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കും. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. മുട്ടയോ ചപ്പാത്തിയോ അതുപോലത്തെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയാണ് കഴിക്കണത്. അപ്പം അതെല്ലാം ചെയ്യുന്നത് ഞാനാണ്. അപ്പം ഒരു ദിവസം കഴിഞ്ഞാൽ അടുത്ത ദിവസം ദാരിദ്ര്യത്തിന്റെ അങ്ങേ അറ്റമാണ്.
ഒരു ദിവസം ഇന്ന ബുദ്ധിമുട്ട്, പിറ്റേ ദിവസം ആകുമ്പോൾ അതിന്റെ ഇരട്ടി ബുദ്ധിമുട്ട്, അതിന്റെ അടുത്ത ദിവസം ആകുമ്പോൾ അതിന്റെ ഇരട്ടി ബുദ്ധിമുട്ട്, അങ്ങനെ ബുദ്ധിമുട്ടുകളുടെ ഒരു കൂമ്പാരമായിരുന്നു ആ കൊറോണ ടൈമിലാണെങ്കിലും. ഈ ഒരു ന്യൂസ് വരുന്നതിന് തൊട്ട് മുൻപ് വരയ്ക്കും അങ്ങനെ തന്നെ ആയിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇനി എങ്ങനെ ജീവിക്കുക, അല്ലെങ്കിൽ എങ്ങനെ ഇനി മുന്നോട്ട് പോകും, എന്റെ പഠിത്തം ഞാൻ ഇനി ഏത് നിലയിലെത്തും, ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. ഇവരെ വിട്ടിട്ട് പോകാനും പറ്റാത്ത അവസ്ഥ, ഇവരെ വിട്ടിട്ട് പോകാനും പറ്റില്ല. അപ്പം ഇതൊക്കെ എങ്ങനെ മുന്നോട്ട് പോകും, എന്ത് ചെയ്യും എന്നൊക്കെ വന്നപ്പോഴാണ് ദൈവമായിട്ട് സാർ എന്റെ പഠിത്തവും ഏറ്റെടുക്കാന്ന് പറഞ്ഞ് എല്ലാം ചെയ്യാന്ന് പറഞ്ഞപ്പം എന്റെ ഫ്യൂച്ചർ സെറ്റായെന്ന് എനിക്ക് തോന്നി. നിഖിലിന് മാത്രമല്ല, അപ്പുവിന്റെ അമ്മയുടെ എല്ലാവരും. കാര്യം അവരെയും എനിക്ക് പറഞ്ഞില്ല, എനിക്ക് അവനെ ഒരു നല്ലൊരു കെയർ കൊടുക്കുന്ന ഒരു സ്കൂളാക്കണം. എനിക്ക് ഇവിടെ അങ്ങനെ ബേസിക്കലി നല്ലൊരു കെയർ കൊടുക്കുന്ന ഒരു സ്കൂള് എന്റെ കണ്ണിലില്ല. ഇനി ഉണ്ടോന്ന് അറിയില്ല, പക്ഷെ എന്റെ കണ്ണില് അവൻ അങ്ങനത്തെ ഒരു കെയർ കൊടുക്കുന്ന ഒരു സ്കൂളിൽ നമ്മൾ കെയർ ചെയ്യണ പോലെ കെയർ ചെയ്യണം അല്ലെ. അതെ, ഇപ്പൊ ഞാൻ അങ്ങനെ ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനും പെർഫെക്റ്റ് അല്ല, അവനെ കെയർ ചെയ്യുന്ന പോലെ അത്ര പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവന് വേണ്ട ബേസിക് കാര്യങ്ങൾ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ബേസിക് കാര്യങ്ങൾ അവനെ ഒന്ന് ചെയ്തു കൊടുക്കുക, അവനെ ഒന്ന് ഫുഡ് കൊടുക്കുക, ഇതൊക്കെ മതി. അവനും അതിന്റെ ആവശ്യമുള്ളൂ. അവൻ അതിന് കൂടുതൽ ഇപ്പം നമ്മൾ ചോദിക്കുന്ന പോലെ എനിക്ക് ഡ്രസ്സ് വേണം, എനിക്ക് അതൊന്നും ഇല്ല. അവന്റെ കാര്യം നടക്കുക. അവനെ കുളിപ്പിക്കുക, കഴിപ്പിക്കുക, അവന് ഇടയ്ക്കിടയ്ക്ക് ചായ കൊടുക്കുക. ചായയൊക്കെ ഇഷ്ടമാണോ? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിൽ ഹാപ്പി ആവുന്ന കാര്യമാണ്. കാരണം ഒരു ചായയും അവന്റെ ഭക്ഷണവും കഴിച്ചാൽ ഒരു ഹോൾ ഡേയിൽ അപ്പു ഹാപ്പിയാണ്. അത്രയൊക്കെ കാര്യം അതൊക്കെ അവൻ അതിന്റെയൊക്കെ ആവശ്യമുള്ളൂ. ഒരു ചായ കൊടുത്താൽ അവ അവിടെ ഇരിക്കും. ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്ട് വന്നിരിക്കുകയാണ്. നൂഡിൽസ് കഴിയാൻ പാടില്ല, പെട്ടെന്ന് കഥ പറഞ്ഞ ചെറിയ കഥ അല്ല അറിയാം. അന്ന് കരിയുന്നില്ല, കറക്റ്റാണ്. അപ്പൊ ഷെഫിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഇവിടുന്നാണോ? ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ഇത് കഴിക്കാണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇനി നമ്മള് ആ നൂഡിൽസിന്റെ മസാല പൊട്ടിച്ചെടുക്കുകയാണ്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും സമയം ആവശ്യമില്ല. ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കണോണ്ടാണ്. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പ്രോസസ്സേ ഉള്ളൂ. കുഴപ്പമില്ല. ഇവരായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന ടൈം എടുക്കുന്നത്. അപ്പൊ അതിലേക്ക് ചെറിയ രീതിയിൽ ഇട്ടോണ്ട് കഴിഞ്ഞില്ല. നൂഡിൽസ് എന്ന് അബദ്ധത്തിൽ പറയുമ്പോ നന്നായി ഒരു മാഗി നൂഡിൽസ് പല ബിരിയാണി എങ്ങാനും പറഞ്ഞ് നൂഡിൽസ് അന്ന് ഞാൻ ആലോചിക്കായിരുന്നു ബിരിയാണി എല്ലാം പറഞ്ഞിരുന്നെങ്കിൽ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ല, ഞാനങ്ങനെ ആഹാരത്തിൽ കള്ളത്തരം കാണിക്കില്ല അല്ലേ. എന്നെ കൊണ്ട് നിഖിൽ ഇതുവരെ കഴിച്ചല്ലേ വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്താ? ഭക്ഷണം കഴിച്ചതിൽ ഏറ്റവും ഇനി വല്ല ഓണത്തിനോ അല്ലെങ്കിൽ വല്ല വിരുന്നിന് പോയതാണോ, അല്ലെങ്കിൽ വല്ല റെസ്റ്റോറന്റിൽ പോയി കഴിച്ചാണോ, അല്ലെങ്കിൽ വല്ല ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയപ്പോഴാണോ, അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും ഇതുവരെയുള്ള ഈ 18 വയസ്സിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഭക്ഷണം കഴിച്ച അനുഭവം ഏതായിരിക്കും? ഓർമ്മയുണ്ടെങ്കിൽ. എന്റെ ഇതിൽ ഞാൻ പറഞ്ഞില്ല, എനിക്ക് മെമ്മറീസ് ഇല്ല. ഇല്ലേ? ഒന്നുമില്ല. കാരണം ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഈ 4 ചുമരിന്റെ ഉള്ളിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അങ്ങനെ പുറത്ത് എന്റെ കൂട്ടുകാരുടെ കൂടെ ഒന്നും എനിക്ക് പോകാൻ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇപ്പോഴൊക്കെയാണ് ഒന്ന് പോയി തുടങ്ങിയത്. ഇപ്പൊ ഒരു 1 month ഒക്കെ ആയി കാണും. ഞാനത് കാണുന്നുണ്ട് അവന്റെ സ്റ്റാറ്റസിലൊക്കെ ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് ചില്ല് ചെയ്യുന്നത് കാണുമ്പോ ഞാൻ വിചാരിച്ചു ഇതുവരെ അവൻ അങ്ങനെ പോയിട്ടില്ല. കാരണം അവൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരും. ഞാൻ അങ്ങനെ പോയാൽ തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഒരു 100 വിളിയാണ്. വീട്ടിൽ നിന്ന് ഒരു 100 വിളിയാണ്. അപ്പു ഇവിടെ ഉണ്ട്, അപ്പു നീ പെട്ടെന്ന് വാ. അപ്പൊ അപ്പോഴും പോലും ഞാൻ ഇനി ഇങ്ങനെ പോയെന്ന് തന്നെ ഇരിക്കട്ടെ, പോയാൽ തന്നെ എനിക്ക് നേരെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ ചിലപ്പോ ഒക്കെ എനിക്ക് അവോയ്ഡ് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ പറയടാ ഞാൻ പോണ്, എനിക്ക് പറ്റൂല. അപ്പൊ അവര് പറയടാ നീ ഇങ്ങനെ പോണ ശരിയല്ല എന്നൊക്കെ പറയും. ഞാൻ പറയാം എന്ത് ചെയ്യാൻ, എന്റെ സാഹചര്യം ഇങ്ങനെ ആയി പോയില്ലേ. അപ്പൊ അവരടുത്ത് ഞാൻ പറയും ഞാനങ്ങ് ഒഴിവാക്കി വിടും. അതല്ലാണ്ട് എനിക്ക് വേറെ മാർഗമില്ലല്ലോ ഒന്നിനും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ ഒരു 1 month റീസെന്റ് ആയിട്ടൊക്കെ ആയതേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് പുറത്തു പോകാൻ തുടങ്ങി. അതുവരെ ഞാൻ പോവില്ല. ഞാൻ എപ്പോഴും ഈ ഒരു റൂമിനകത്താണ് എന്റെ ജീവിതം എന്ന് പറയാം. റൂം, ഹാള്, അടുക്കള. അതെന്താന്ന് വെച്ചാല് നിഖില് പോയിട്ട് വന്നിട്ട് വേണം, സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം അപ്പൂന് ഫീഡ് ചെയ്യാനും പിന്നെ അതായത് അവനെ കുളിപ്പിക്കുന്നതെല്ലാം നിഖില് പോയിട്ട് വന്നിട്ടാണ്, അല്ലാതെ പുള്ളി തന്നെ ചെയ്യത്തില്ലല്ലോ. പക്ഷെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, നിഖിലും അപ്പുവും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അവൻ 70% ഓട്ടിസ്റ്റിക് ആണെന്ന് പറയുമ്പോഴും ഇവന്റെ ഒരു നോട്ടം മതി, അവൻ അവിടെ ഇരിക്കും. ഭയങ്കര സ്നേഹമാണ്, എപ്പോഴും ഇങ്ങനെ ചെയ്തോണ്ടൊക്കെ ഇരിക്കും. പക്ഷെ ഇങ്ങനെ നിഖിൽ ഇങ്ങനെ ഒരു നോട്ടം നോക്കും, അവിടെ ഇരിക്കും അല്ലേ. അവന് ആ ഒരു എന്റെ അടുത്തുള്ള ഒരു സിങ്ക് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തും അവൻ കേൾക്കും. അങ്ങനെ വേറെ അവന്റെ മുന്നിൽ അവന്റെ സുഹൃത്ത്, അവന്റെ അച്ഛൻ, അവന്റെ ഫ്രണ്ട്, അവന്റെ ചേട്ടൻ, അവന്റെ എല്ലാം അമ്മയാണ്. കാരണം അമ്മ ചെയ്യേണ്ട കാര്യങ്ങളും കൂടി എല്ലാ സ്നേഹവും ആ പേടിയുണ്ടാവും, സ്നേഹം ഉണ്ടാവും, കരുതലുണ്ടാവും, കെയർ എല്ലാം കൂടെ ഉള്ള ഒരാളായിട്ടായിരിക്കും കാണുക. കാരണം അതൊരു ആ ഒരു ബോണ്ട് ഈ ഒരു യങ് ഏജിൽ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതിന് എത്ര വർഷമായാലും നിഖിലിന് എന്ന് പറഞ്ഞാൽ സ്വന്തം
അനിയൻ അല്ലെങ്കിൽ ഒരു മകൻ എന്നുള്ള ഒരു ഫ്രണ്ട്, ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എല്ലാം നിഖിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് അപ്പുവിനെ സംബന്ധിച്ച് നിഖിലിന് വേറെ 100 കണക്കിന് ആൾക്കാരെ കിട്ടിയേക്കാം, അപ്പുവിന് ഇദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, നമ്മൾ വേറെ ആരോടും, അതായത് അച്ഛനും അമ്മയോടും അനിയനോടും മാത്രമല്ല, ഇപ്പം ഒരുപാട് പേരോട് ഉത്തരവാദിത്വം. ഞങ്ങളോടും എനിക്ക് അല്ല, ഇനി അതാണ് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല, അതൊരു മാർക്കാണ്. അത് മാത്രമല്ല, ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ എല്ലാ മലയാളികളും, അത് നമുക്കറിയാം, ഒരു വാർത്താ പ്രാധാന്യം കൊണ്ട് ചില ആൾക്കാരൊക്കെ വരും അല്ലേ. പല സംഭവങ്ങളിൽ നമുക്കറിയാം, ഒരു വൺ ഇൻസിഡന്റ് വെച്ച് ഫേമസ് ആവാം, അല്ലെങ്കിൽ കുറെ കാലങ്ങൾ കൊണ്ട് ഓരോരുത്തരാവുന്നത് പോലല്ല, ഒരൊറ്റ ഒരു ഇൻസിഡന്റിൽ ആയിട്ട് ഒരാള് വളരെ അധികം പ്രശസ്തരാവുന്നു അല്ലെങ്കിൽ ഫെയിം വരുന്നു. അപ്പൊ അതനുസരിച്ചിട്ടുള്ള ആ ഒരു പ്രഷർ അതിനകത്തുണ്ടാവും. അതിനെ കറക്റ്റായിട്ട് നിലനിർത്തി, അതുകൊണ്ടാണ് എന്റെ ഒരു അഡ്വൈസ് ആയിട്ട് പറയുന്നത്. വളരെ ഫെയിം ആകുമ്പോ എല്ലാരും ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ മൈൻഡ് സെറ്റ് ആണ്, അവരുടെ ക്യാരക്ടറാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാൽ മമ്മൂട്ടിനെ പോലത്തെ വലിയ നടന്മാരൊക്കെ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്? അവർക്ക് അവരുടെ സ്വഭാവം കാരണം, അവരുടെ ആൾക്കാരോടുള്ള അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവ ശുദ്ധി, അതുകൊണ്ടാണ് അവര് ഇപ്പോഴും ഈ ഇൻഡസ്ട്രിയിലൊക്കെ പിടിച്ചിരിക്കുന്നത്. ആൾക്കാർ അവരെ സ്നേഹിക്കുന്നത്. ഇപ്പൊ ഒരു ഫാൻ ഫൈറ്റ് ഉണ്ടെങ്കിൽ തന്നെയും ആ ഫാൻസിന് പോലും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടാണ്. അവരുടെ അഭിനയം മാത്രമല്ല, സിനിമ. ഇപ്പൊ എന്റെ കുക്കിംഗ് മാത്രം കണ്ട് എന്നെ എല്ലാരും ഇഷ്ടപ്പെടണമെന്നില്ല. സ്വഭാവം കൊള്ളത്തില്ലെങ്കിൽ ചിലപ്പോ എന്റെ കുക്കിംഗ് പിടിക്കത്തില്ല. അപ്പൊ സ്വഭാവം കുക്കിംഗ് കൂടെ ഒന്നിച്ച് വന്നപ്പോഴാണ് ഇവിടെ ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ മോഹൻലാൽ മമ്മൂട്ടി അവർ അഭിനയിക്കുന്നു, അവരുടെ അഭിനയം ഓക്കെ എല്ലാം ശരിയാണ്, പക്ഷെ സ്വഭാവം കൊള്ളില്ലെങ്കിൽ നമുക്കെല്ലാം ശരിയാവില്ലല്ലോ. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യുന്നതാണെങ്കിൽ കൂടി ആ കുക്കിങ്ങും ശരിയാവണം, അതുപോലെ തന്നെ എന്റെ മൈൻഡ് സെറ്റും സ്വഭാവം ശരിയാണ്, എന്റെ ആൾക്കാരോട് പെരുമാനം. എന്നാൽ പിന്നെ ആ കുക്കിങ്ങിന് കുറച്ചുകൂടെ നല്ല ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് സ്നേഹവും എന്ന് വിശ്വസിക്കുന്നതാണ്. കുക്കിങ്ങിനെ നോക്കിയിരിക്കുകയാണ്. റെഡിയായി. ഇനി എന്താ ഈ മുട്ട ചേർക്കും? ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വന്നോന്ന് അറിയില്ല. 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയത് നൂഡിൽസ് 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ പോയി. അല്ലെങ്കിൽ അത്, കാരണം ഇത് വളരെ ഈസി ടു കുക്കാണ്. ഞാൻ വിചാരിച്ചില്ല. അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ പോയി കൊടുക്കാന്നുണ്ടായി കൊടുത്തിട്ട് കുഴപ്പമില്ല. ഇത് ജസ്റ്റ് ഇത് പ്രേക്ഷകർ കാണാതെ ഞാൻ ആദ്യം വന്നപ്പോഴേ പറഞ്ഞു, ഫോർമാലിറ്റി നമുക്ക് ഇതിൽ പറ്റത്തില്ല, കാരണം രണ്ടുപേരും നമ്മുടെ ആളുകളാണ്, അതുകൊണ്ട് ആളുകൾക്ക് അറിയാം. ക്യാപ്സിക്കം വാരി വിതറി, സ്നേഹം വാരി വിതറുന്ന പോലെ. അതെന്താ അങ്ങനെ ആ ഒരു സംഭവത്തിലേക്ക് എത്തിയത്, ഈ സ്നേഹം വാരി വിതറുക? നമ്മളെപ്പോഴും അങ്ങനെ ഒരുപാട് മുട്ട ഒഴിക്കാൻ പോകണം. ഒരു നിമിഷം ഇതിനകത്തുണ്ട്. അപ്പൊ ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുണ്ടായി കഴിഞ്ഞാൽ അപ്പം ആ കറക്റ്റ് ഇത്, അല്ലെങ്കിൽ ഇതിന്റെ മേലെ ഇത് കുക്കാവാൻ പാടായിരിക്കും. ഇതിങ്ങനെ ആക്കി ഒരു പൊടിക്കെണ്ണ ഒഴിക്കും. അതായത് ആദ്യത്തെ ക്ലാസ് തുടങ്ങി കേട്ടോ നിഖിലിന്റെ പ്രേക്ഷകരെ, ആദ്യത്തെ ക്ലാസ്. ഇനി അത് പൊട്ടിച്ചിനകത്ത് ഒഴിച്ചോ, ജസ്റ്റ് നടക്കും മാത്രം, അല്ലെങ്കിൽ അത് ഈവൻ ആവത്തില്ല അല്ലേ? അതെ, നമ്മൾ കറക്റ്റായിട്ട് കുക്കാവും. ഓക്കെ, തീ കൂട്ടണം. നീ നമുക്ക് കുക്കായിട്ട് ഇതിനകത്ത് തന്നെ ചിക്കിയ കറക്റ്റായിട്ട് വരും. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ ഇതിന്റെ പുറത്തൂടെ ആകുമ്പോ അത് നേരെ കുക്കാവത്തില്ല. അപ്പൊ അങ്ങനെ ആദ്യത്തെ ഒരു ക്ലാസ് കിട്ടി. കറക്റ്റ് കളർഫുൾ ആയി. അപ്പൊ ഇത് എളുപ്പമാണ് കേട്ടോ, മാഗി മസാലയും പിന്നെ നമ്മുടെ പച്ചക്കറികളും. ഇതാണ് ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ഏറെക്കുറെ ഇതുപോലെയാണ് ഈ ഒരു, പക്ഷെ കളർ ആ മാഗിയുടെ കളർ ഉണ്ടല്ലോ മഞ്ഞ, അതാണ് വന്നുകൊണ്ടിരുന്നത്. ഇതെങ്ങനെ മാറി, കാരണം സംസാരിച്ചോണ്ടിരിക്കുകയല്ലേ നമുക്ക് കൂടുതൽ സംസാരം, വാചകവും പാചകവും കൂടെ ആകുമ്പോൾ. അങ്ങനെ ഇപ്പൊ റെഡിയായി. സാർ അങ്ങനെ അത് അല്ലേ, വാചകവും പാചകവും കൂടെ അല്ലേ സാറും അങ്ങനെയല്ലേ ചെയ്യുന്നത് അല്ലേ? പക്ഷെ നമ്മുടെ ശ്രദ്ധ മൊത്തം ഇവിടെ ആയിരിക്കും അല്ലെ, കുക്കിങ്ങിലായിരിക്കണം കേട്ടോ. അതാണ് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ അതല്ലേ സ്ലോയിലിട്ടാണ് അത്രയും വർത്താനം പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഉണ്ടാക്കി ഇതേ ആളുകളുണ്ടല്ലോ ഇത്രയും. ഇതിപ്പോ റെഡി ആയിട്ടുണ്ട്. റെഡിയായി. ഇതിപ്പോ ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ മുട്ട ഇങ്ങനെ എടുത്ത് ആ മുട്ട എല്ലായിടും ഒന്ന് ആയിട്ടങ്ങ് ഓഫ് ചെയ്താൽ മതി. ഞാൻ പിന്നെ ജസ്റ്റ് എന്റെ ഒരു സമാധാനത്തിന് പ്ലേറ്റ് അങ്ങോട്ട് കൊണ്ടുവരില്ലേ?
ആ ഓക്കെ ഓക്കെ. അപ്പൊ ഇതായിരുന്നു ആഗ്രഹം കേട്ടോ, നിഖിലിന്റെ ആഗ്രഹം. ഷെഫ് പിള്ള ഇങ്ങനെ ഇരിക്കുന്നു, അവിടേക്ക് ഗാർണിഷ് ഒക്കെ ചെയ്ത നൂഡിലുമായിട്ട് ആണോ? എനിക്ക് തരുമോ? പിന്നെ എല്ലാരും കൊടുക്കാം. നിഖിൽ ആദ്യമായിട്ട് നമുക്ക് വന്നപ്പോ ഉണ്ടാക്കിയാണ്. നിഖില് പറഞ്ഞ പോലെ നിഖിലിന് കഴിക്കാൻ വേണ്ടിട്ടല്ല, അമ്മയ്ക്ക് കഴിക്കാം. അമ്മയ്ക്ക് ഇഷ്ടമായിട്ട് അമ്മയ്ക്ക് ആകെ കൂടി പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും ലക്ഷറിയസ് മീൽ എന്ന് പറഞ്ഞ രീതിയിലാണ് പുള്ളി ഉണ്ടാക്കി കൊടുക്കുന്നത്. മാഗി വാങ്ങിച്ച് ഒരു മുട്ട ചിക്കി ഉണ്ടാക്കി അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ ഏറ്റവും അത്യാഡംബരമായ നിഖിലിന് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ് ആണ് നമുക്ക് ഉണ്ടാക്കി തന്നത്. വിശപ്പിന്റെ കാര്യം ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അത് ആ കൊറോണ സമയത്ത് പറഞ്ഞ ആ ഒരു കൊറോണ സമയത്ത് നാളെ എന്താണെന്ന് പോലും അറിയില്ല. ഇന്നത്തെ ഭക്ഷണം എന്തോ കഴിച്ച് ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോ നാളെ വരുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും അറിയാണ്ടാണ് നിൽക്കുന്നത്. നാളെ ഇതിലും വലിയ 3 പ്രശ്നം, ഇന്നത്തെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ചപ്പാത്തി മുട്ടയൊക്കെ ഉണ്ടാക്കി എന്തോ കഴിക്കും. നാളെ ഇതെന്താണ്, അതിലും 3 പ്രശ്നങ്ങളാണ് വരുന്നത്. അത് ഫേസ് ചെയ്തിട്ട് വേണം മറ്റന്നാളത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ. അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടെ ഒക്കെ പോയി നമ്മളിപ്പോ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴും ചിലപ്പോ ഇന്ന് ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ നിഖിലിന്റെ ഒരു പോസിറ്റീവ് എന്ന് ഞാൻ പറഞ്ഞ ഒരു കുളിയിൽ അവന്റെ വിഷമം കളയും എന്നുള്ളത്. ആ പോസിറ്റീവ് ആയിട്ടുള്ള വാക്കുകളൊക്കെ ഒരു ഗംഭീര 18 വയസ്സിൽ നിന്ന് വരുമ്പോഴാണ് നമുക്ക് അത്ഭുതം. എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുക അവൻ എങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നു. കാരണം അത്രയും വിഷമം. ആഹാ അപ്പു ചിരിക്കുക. അപ്പു അവിടെ ഭയങ്കര ഹാപ്പി. ഇന്ന് രാവിലെ തൊട്ട് അപ്പു ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പുനെ ഒന്ന് കാണിച്ച പ്രേക്ഷകർ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിപ്പുണ്ട്. അപ്പു ഹലോ പറഞ്ഞേ. അപ്പു ഹായ് 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 പറഞ്ഞേ. ഹലോ ചിരിച്ചു കാണിച്ചേ, സ്മൈൽ. ആ ഗുഡ് ബോയ്. കണ്ട അപ്പൊ ഇങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അപ്പുവിന്റെ ഇങ്ങനെ സംസാരിക്കുന്ന വഴിക്ക് എല്ലാരോടും പറയുന്നത് അപ്പുവിന്റെ പഠനകാര്യം കൂടിയാണ്. അപ്പൊ ഷെഫ് പറഞ്ഞതുപോലെ നിഖില് രക്ഷപ്പെട്ട അവനും രക്ഷപ്പെട്ടു എന്നതിന്റെ അർത്ഥം അല്ലെ? നമുക്കറിയാം. അതിപ്പം നിഖിലിന്റെ ആ ഒരു സംസാരിക്കുമ്പോൾ തന്നെ അറിയാം അവനെ സ്വന്തം ഒരു ബ്രദർഹുഡിനെക്കാട്ടിലും ഉപരി, ഒരു അനിയൻ എന്നതിനേക്കാട്ടിലും ഉപരി അവൻ എന്തൊക്കെയോ ആണ്. അതേപോലെ ആയിരിക്കുമല്ലോ അവന് ചിലപ്പം ഒരു ഡാഡിന്റെ സ്നേഹം, ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന്റെ സ്നേഹം. ഇതൊക്കെ നിഖിലിന് സ്കൂളിൽ നിന്ന് മനസ്സിലാവും. ഫ്രണ്ട്സ് ഉണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ടാവും. ഇവനാകെ അവനില്ലാത്ത സമയത്ത് അമ്മ മാത്രമായിട്ട് ഈ ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. അപ്പൊ ആ ഒരു കുട്ടിക്കുണ്ടാവുന്ന ഒരു കുട്ടിക്ക് വേണ്ട ഒരു ഈ ഒരു ഏജിലുള്ള മകനായാലും അല്ല അവിടെ എല്ലാവർക്കും റെഡി. താങ്ക് യു. ഇതേ അങ്ങനെ ഫസ്റ്റ് നിഖിൽ ഒഫീഷ്യലി കുക്ക് ചെയ്ത് ഞാൻ അന്ന് വെറുതെ വീഡിയോയിൽ പറഞ്ഞതാണ്, കണ്ടപ്പോൾ ലൈവായിട്ട് നിന്റെ സ്പെഷ്യൽ നൂഡിൽസ് എനിക്ക് ഉണ്ടാക്കി തരണത്. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് കുറെ നേരം എടുത്ത് 5 മിനിറ്റ് കൊണ്ട് എടുക്കേണ്ട സാധനം പുള്ളി 2 മിനിറ്റ്സിലൊക്കെ അമ്മയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന നൂഡിലാണ് നമുക്കിത് ഭംഗിയോടെ അതിൻ്റെ ഇടയ്ക്ക് അവന്റെ ലൈഫ് സ്റ്റോറി ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് കുക്ക് ചെയ്ത് തന്നതാണ്. നൂഡിൽ ബോയിൽ ചെയ്ത് മാറ്റിയിട്ട് വെളിച്ചെണ്ണയ്ക്കകത്ത് ക്യാരറ്റും ഓണിയനും ബീൻസും ഇട്ട് സോട്ട് ചെയ്ത് പിന്നെ നൂഡിൽ ഇട്ട് മുട്ട ചിക്കി ക്യാപ്സിക്കം ഗാർണിഷ് ചെയ്ത് തന്നെയാണ്. ഓക്കെ നമുക്ക് കഴിക്കാം. നമുക്ക് രണ്ടും കഴിക്കാനുള്ളതാണ്. അപ്പം എല്ലാ പ്രേക്ഷകരെയും സാക്ഷി നിർത്തി നിഖിലിന്റെ സ്പെഷ്യൽ നൂഡിൽ നമ്മൾ കഴിക്കുകയാണ്. ഈ ഹാപ്പിനെസ് നമ്മൾ പങ്കുവയ്ക്കുകയാണ്. അടിപൊളി, കഴിക്കൂ. സൂപ്പർ. ഈ ഒരു നൂഡിൽസിനും ഈ കാണുന്ന ഭംഗിയെക്കാട്ടുള്ള ഒരുപാട് കഥ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ. ഈ വീട്ടിലെ ഏറ്റവും അത്യാഡംബരമായിട്ട് നിഖിലിന് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് അപ്പൊ അവരുടെ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സാധാരണ അല്ലാതെ കഴിക്കുമ്പോൾ അവൻ കഴിക്കും. ഞാൻ ചോദിച്ചു ഇതെപ്പോഴാണ്, എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അപ്പവും കഴിക്കില്ല. അമ്മയ്ക്ക് ഏറ്റവും ഒരു വലിയ ട്രീറ്റ് കൊടുക്കണമെന്ന് തോന്നുമ്പം മാഗി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു മുട്ട വാങ്ങിച്ചുണ്ടാക്കി സമയമെടുത്ത് കൊടുത്ത ഇവിടുത്തെ ഏറ്റവും ലക്ഷറിയസ് 3 മിഷലിൻ സ്റ്റാർ ഫുഡിന്റെ കണക്ക് വാല്യൂ ആണ് ഇതിന്. അത്രയും വാല്യൂ ഉള്ള ഭക്ഷണമാണ് നമ്മളും കഴിക്കുന്നത്, അതേ സ്നേഹം. അപ്പൊ ഇത് ന്യൂഡിൽസിനെ ഉപരി ഒരുപാട് നല്ല ഭക്ഷണങ്ങളൊക്കെ ഇനി വരുന്ന സമയത്ത് ഇവർക്ക് ഏറ്റവും ഭക്ഷണം കഴിക്കാൻ ഏറ്റവും ആഗ്രഹിച്ചിട്ടാണ് ഷെഫ് ആവണമെന്ന് പറഞ്ഞ് നിഖിലിന്. അപ്പൊ നിഖിലിന്റെ ലൈഫിൽ അവന് ജോലി ചെയ്ത ആ ഒരു പ്രൊഫഷനിലൂടെ എന്നും ഏതു നേരവും ഏറ്റവും മികച്ച ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം കൂടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അവരോടൊപ്പം ഈ ഒരു കുടുംബം നമ്മുടെ എല്ലാവരും ഏറ്റെടുത്ത, മലയാളികളെല്ലാം ഏറ്റെടുത്ത ഈ ഒരു കുടുംബവും നമ്മളിലൂടെ തന്നെ ഒരുപാട് സന്തോഷങ്ങളിലേക്ക്, ഇത്രയും കഷ്ടപ്പാടും ഇത്രയും വിഷമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു നിഖിൽ വഴി. അപ്പൊ ഇനി ആ ഒരു വിഷമങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ഈ ഒരു ഫാമിലി നമ്മളുടെ അല്ലേ മലയാളികൾ ഏറ്റെടുത്തൊരു ഫാമിലിയായിട്ട് മാറുന്നു. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ന്യൂസ് 18 ഈ ഒരു വാർത്ത കൊണ്ടുവന്നത് മുതൽ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുടെ സന്തോഷം ഒരുപാട് ആൾക്കാരുടെ സഹായം ഇനിയും എത്തും. അപ്പോൾ ഈ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നിഖിലിനെ ഒരു പ്രൊഫഷണൽ ഷെഫാക്കി മാറ്റാനുള്ള ഇനിയിപ്പോ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒഫീഷ്യലി അദ്ദേഹത്തിന്റെ യൂണിഫോം കൊടുത്തു.
ഇനി ഈ ഒരു +2 പഠനം ഒന്ന് കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഏതെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഹോട്ടലിൽ കൊണ്ടുവന്ന് ഒരു ട്രെയിനിങ് പോലെ കൊടുക്കുന്നു. അത് ഏത് കോളേജിലാണോ അഡ്മിഷൻ കിട്ടുക അതിനോടൊപ്പം ഒരു ജോലി ഉൾപ്പെടെ ഒരു പാർട്ട് ടൈം ജോലിയും പഠനവും കൂടായി ഹി ക്യാൻ ഏൺ പഠനത്തിൽ പഠിച്ച് അധ്വാനിച്ച് തന്നെ ഒരു സഹായം കിട്ടുന്നതിലുപരി ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ജോലി ചെയ്ത് സ്വന്തം ഏൺ ചെയ്ത ആ ഒരു അവൻ ജോലി ചെയ്ത് ഏൺ ചെയ്യുന്ന പൈസയിൽ അവൻ്റെ അനിയനെയും അമ്മയും സംരക്ഷിച്ചുകൊണ്ട് ആ ഒരു അടുത്തടുത്ത ലെവലിലേക്ക് എത്താൻ പറ്റും. അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും നമുക്ക് കൊടുക്കാൻ ഒത്തിരി ആൾക്കാർ റെഡിയാണ്, നമ്മൾ ഉൾപ്പെടെ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു മൊമെന്റിനാണ് വന്നത്. ഭയങ്കര സന്തോഷം. അമ്മയെ കണ്ടു, അതുപോലെ ഏറ്റവും അടുത്ത ഈ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരെ കണ്ടു. പിന്നെ ഒന്നുമില്ലാതെ നിൽക്കുന്ന ഈ ഒരു ന്യൂസ് 18 ഈ ഒരു ഇതിനു വേണ്ടിയിട്ട് എൻ്റെ അടുത്തും എത്രയോ തവണ ഇതിനു വേണ്ടിയിട്ട് എക്സ്ട്രാ എഫർട്ട് എടുത്താണ് നമ്മളിതെല്ലാം ചെയ്തത്. അപ്പോൾ അതിനെല്ലാവർക്കും നന്ദി. താങ്ക് യു നിഖിൽ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഈ ഫാമിലിക്ക് മൊത്തം എപ്പോഴും നമ്മളെല്ലാവരും കൂടെ ഉണ്ട്. ഇതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ലല്ലോ. കൂടുതൽ എനിക്കൊന്നും വേണ്ട. അപ്പോൾ ഇനി ഞാൻ ഇതിലൊന്നും കൂടുതൽ പറഞ്ഞ് ബോറാക്കുന്നില്ല. കാരണം എല്ലാ ഷെഫും നിഖിലും പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഈ ഷെഫ് പറഞ്ഞ പോലെ ഗംഭീരമായിട്ടുള്ള സ്നേഹം അവൻ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കേണ്ട സാധനം അരമുക്കാൽ മണിക്കൂർ നമ്മൾ ഉണ്ടാക്കിയത്. അപ്പൊ ആ കഥയും കൂടി ആ നൂഡിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇത് കഴിക്കാൻ പോവാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നു. മലയാളികൾക്ക് എല്ലായിട്ടും നിഖിലിന്റെ ഒരു സമ്മാനമാണ് നമുക്കായിട്ട് തന്നത്. ഇവിടെ വന്നു, വീട്ടിൽ വന്നു, എന്നെ സർപ്രൈസ് ചെയ്തിട്ട് ഇതേ ഒരു വിളക്കൊക്കെ ഒരുക്കി അമ്മയ്ക്ക് പറഞ്ഞ് എന്റെ വീട്ടിൽ വന്നിട്ട് ഒരു വിളക്ക് കത്തിച്ചിട്ട് കയറണം. അതിന് സാധിച്ചു. അതുകൂടാണ്ട് അദ്ദേഹത്തിന് ഞാനിങ്ങനെ വരുന്നെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ കുറെ സമ്മാനങ്ങൾ കൊടുത്തു വിട്ടു. ഒരു ഷെഫിന് വേണ്ട, ഒരു ഷെഫിന്റെ ഡ്രീമായിട്ട് വേണ്ട ആദ്യത്തെ കുറച്ച് നൈഫും അതിന്റെ പീലർ, അതിന്റെ കുറെ സാധനങ്ങൾ, പിന്നെ 1-2 കുക്കിംഗ് പോട്ട്സ് ഒക്കെ ആയിട്ടാണ് ആദ്യമായിട്ട് വന്നത്. അപ്പം ഒഫീഷ്യലി ഇനി പുള്ളി ഒരു ഷെഫ് ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഡ്രീമിലേക്ക് പോവാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് നിഖിൽ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഓൾ ദ ബെസ്റ്റ്. യു വിൽ ബി എ ഗ്രേറ്റ് ഷെഫ്. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഈ ഒരു നിഖിൽ ഇപ്പൊ 18 വയസ്സേ ഉള്ളൂ. ഒരു 30 വയസ്സൊക്കെ എത്തുമ്പോൾ തന്നെ, അതിനു മുമ്പ് തന്നെ ഇനി ഒരു 12 വർഷം കൊണ്ട് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ഷെഫ് ആവേണ്ട ഉത്തരവാദിത്വം ഇനി നിഖിലാണ്. ബാക്കിയൊക്കെയുള്ള നമുക്ക് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനേ പറ്റും. സോ ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. ഒരു ഏറ്റവും നല്ലൊരു ഷെഫായിട്ട് അദ്ദേഹം അറിയപ്പെടട്ടെ. ഈ വാക്കുകളിലെ താങ്ക് യു സോ മച്ച്. ഹാപ്പി സൺഡേ. എല്ലാവരും സൺഡേ എൻജോയ് ചെയ്യാം. താങ്ക് യു. വിജയവഴിയിൽ തിരിച്ചെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സ്. സ്വന്തം കോട്ടയിൽ വീണ്ടും കൊമ്പന്മാരുടെ പടയോട്ടം. കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് FC മത്സരം തത്സമയം ന്യൂസ് 18 കേരളത്തിൽ. തിങ്കളാഴ്ച വൈകുന്നേരം 6:30 മുതൽ.